ലാലേട്ടന്റെ ഡയലോഗിൽ തന്നെ വഴിമാറാ മുണ്ടക്കൽ ശേഖര എന്ന് പറയുന്ന പോലെ മുണ്ടക്കൽ ശേഖര മുരളി ഗോപി എഴുതിയേക്കുന്ന ഒരു കഥ പൃഥ്വിരാജ് കേട്ട് പൃഥ്വിരാജിന് ഓക്കെയായി അത് അതിൻ്റെ ഹീറോയിനെ പോയി കേൾപ്പിച്ച് ഹീറോ ഓക്കെയായി അതിൻ്റെ പ്രൊഡ്യൂസറെ പോയി കേൾപ്പിച്ച് അങ്ങനെ ഓക്കെ ആയാണ് ഒരു സിനിമ ഉണ്ടാവുന്നത്. ഇത് മറ്റുള്ള ആൾക്കാർ വേറെ തലത്തിൽ സംസാരിക്കുന്നത് കണ്ടപ്പോഴാണ് ഓ ഇങ്ങനെയൊക്കെ ഉണ്ടോ. ഈ വിഷയങ്ങൾ കൊണ്ടായിട്ട് പൃഥ്വിരാജുമായിട്ട് ഫോണിൽ സംസാരിച്ചു. ഇപ്പം മേജർ തന്നെയാണെങ്കിലും ലാലേട്ടൻ ഈ സിനിമ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞു കഥ കേട്ടിട്ടില്ല എന്നൊക്കെ ഉള്ള അർത്ഥത്തിൽ പറഞ്ഞു വന്നു കഴിയുമ്പോഴത്തേനും പിന്നെ ഇത് പോയി പെടുത്തിയതാണ് എന്നുള്ള അപ്പം പിന്നെ സംസാരിക്കുന്നത്. സുപ്രിയ വിളിച്ചിരുന്നോ? തീർച്ചയായിട്ടും. സുപ്രിയ എന്താണ് പറയുന്നത്? സൈബർ ആക്രമണം ഈ പൃഥ്വിരാജിനെ ഒറ്റ തിരുന്ന് ആക്രമിക്കാൻ സമ്മതിക്കില്ല എന്നൊരു സംഘടനയ്ക്ക് മുൻകൈ എടുത്ത് പറയുമെങ്കിലും ഒരു റിലീസെങ്കിലും ഇറക്കാൻ മേലെ. ഒരു പക്ഷേ ഇവർ തമ്മിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞപ്പം അതിൻ്റെ അകത്ത് എങ്ങനെ ഒരു പ്രശ്നമുണ്ട് ലാലേട്ടൻ അത് ചെയ്താൽ നല്ലതായിരിക്കും എന്ന് പറയുമ്പോൾ ലാലേട്ടൻ്റെ ഒരു സ്വഭാവത്തിന് എന്നാ മോനെ അങ്ങനെ അല്ല, ആ സൈലൻസ് ആണ് നമുക്കൊക്കെ ചിന്തിക്കുന്ന. ഇദ്ദേഹത്തിനും ഇപ്പോൾ പൃഥ്വിരാജിനെ അല്ല, അതാ ഞാൻ പറഞ്ഞത്. ചില സമയത്ത് സൈലൻസ് ഒരു ആൻസർ ആണെന്നാണ് ഞാൻ പറഞ്ഞത്. ഒരു 40 ദിവസം കൊണ്ടിട്ട് വരേണ്ട കളക്ഷൻ ഒരു 5 ദിവസം കൊണ്ടിട്ട് വന്നേക്കുവാണ്. അപ്പം ഇത് എൻ്റെ സിനിമാ ജീവിതത്തിൽ പോലും ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതുവരെയുള്ള എല്ലാ കളക്ഷനോടും വഴി മാറാൻ പറഞ്ഞിട്ട് എമ്പുരാൻ വേറെ ഇങ്ങനെ ഫ്ലൈ ചെയ്തുകൊണ്ടിട്ടിരിക്കുക. അത് ഇവിടെ മാത്രമല്ലല്ലോ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575. നമസ്കാരം. എമ്പുരാൻ സിനിമയുമായി ഉള്ള വിവാദങ്ങളെല്ലാം ഇങ്ങനെ അടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ലിസ്റ്റിൻ സ്റ്റീഫൻ കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. ഇന്നലെ അദ്ദേഹത്തിൻ്റെ സിനിമയുടെ പൂജയുടെ അവിടെ വെച്ചും കുറേ കാര്യങ്ങൾ പറഞ്ഞു. ലിസ്റ്റിൻ, നമസ്കാരം. നമസ്കാരം. ഏറ്റവും അടുത്ത സുഹൃത്താണ് പൃഥ്വിരാജ് അല്ലേ? നിങ്ങൾ ഒരേ കമ്പനി ഒക്കെ നടത്തിക്കൊണ്ട് പോകുന്ന പൃഥ്വിരാജ്. ലിസ്റ്റിൻ ഫേസ്ബുക്കിൽ പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തുന്നു എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തുന്നത്? അല്ല, അങ്ങനെയല്ല. ഒരു സിനിമയിൽ അതിപ്പം പൃഥ്വിരാജ് ചെയ്ത സിനിമ എന്നല്ല, അത് വേറൊരു ഡയറക്ടർ ചെയ്ത സിനിമയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അല്ലെങ്കിൽ വേറൊരു സിനിമയാണ്, എമ്പുരാനെ മാറ്റി നിർത്തി വേറൊരു സിനിമ ചെയ്തു. അത് ആ സിനിമയിൽ ഇതുപോലത്തെയുള്ള വിവാദ കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നു, അല്ലെങ്കിൽ പല പല സംസാരങ്ങൾ നടക്കുന്നു. അത് അങ്ങനെ ഇരിക്കുമ്പം ഒരു സിനിമയുടെ ഡയറക്ടറെ മാത്രമായിട്ട് എങ്ങനെയാണ് ഒറ്റപ്പെടുത്താനായിട്ട് ഇവൻ പറ്റുന്നത്? അപ്പോൾ പുള്ളി ഒരു വ്യക്തിയാണ്, ഒരു വേറൊരാളുടെ ഒരു കഥ ഡയറക്റ്റ് ചെയ്ത് വെച്ചേക്കുവാണ് അല്ലേ? അതായത് പുള്ളിയല്ല തിരക്കഥ സംഭാഷണം എഴുതിയേക്കുന്നത്, പൃഥ്വിരാജ് അല്ല, അത് മുരളി ഗോപിയാണ്. അപ്പം മുരളി ഗോപി എഴുതിയേക്കുന്ന ഒരു കഥ പൃഥ്വിരാജ് കേട്ട് പൃഥ്വിരാജിന് ഓക്കെയായി അത് അതിൻ്റെ ഹീറോയിനെ പോയി കേൾപ്പിച്ച് ഹീറോ ഓക്കെയായി അതിൻ്റെ പ്രൊഡ്യൂസറെ പോയി കേൾപ്പിച്ച് അങ്ങനെ ഓക്കെ ആയാണ് ഒരു സിനിമ ഉണ്ടാവുന്നത് സാധാരണഗതിയിൽ. ആ അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത്. അപ്പം എല്ലാവരുടെയും പങ്കുകൾ ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. ഒരു സിനിമയെ സംബന്ധിച്ച് എല്ലാവർക്കും പങ്കുകളുണ്ട്, കൃത്യമാണ് ലിസ്റ്റിൻ പറയുന്നത്. എമ്പുരാൻ സിനിമ ലിസ്റ്റിൻ നമ്മളെല്ലാം ആദ്യം ഷോ കണ്ടാണ്. ലിസ്റ്റിന് എന്താണ് തോന്നിയത് എമ്പുരാൻ സിനിമ കണ്ട്? അല്ല, അങ്ങനെയല്ല. എനിക്ക് അതായത് ഒരു സ്ഥലത്ത് ഇപ്പോൾ ഓരോ സ്ഥലങ്ങൾ കാണിക്കുന്നുണ്ട് ആ സിനിമയെ സംബന്ധിച്ച്. ഞാൻ ചിന്തിച്ചത് അപ്പം അതിൻ്റെ ഒരു ഫസ്റ്റ് ഹാഫിൽ ഓക്കെ ചെറിയ ലാഗുണ്ടോ, അല്ലെങ്കിൽ സെക്കൻഡ് ഹാഫിലൊക്കെ മോഹൻലാലിൻ്റെ ഒരു പോർഷൻ ഇത്രയേ ഉള്ളോ, ഇങ്ങനത്തെ മറ്റു പല കാര്യങ്ങളാണ് ഞാനെന്ന ഒരു സിനിമാ പ്രേമി അല്ലെങ്കിൽ സിനിമാ മോഹി അല്ലെങ്കിൽ സിനിമാ നിർമ്മാതാവ് എന്ന് പറയുന്ന ഒരു വ്യക്തി, സിനിമയെക്കുറിച്ച് മാത്രം സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തി, ഞാൻ അങ്ങനെയുള്ള പോയിന്റുകൾ മാത്രമേ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ ഇതിനെപ്പറ്റി ചിന്തിച്ചിട്ട് പോലുമില്ല. പറഞ്ഞു മനസ്സിലായി. ഇത് മറ്റുള്ള ആൾക്കാർ വേറെ തലത്തിൽ സംസാരിക്കുന്നത് കണ്ടപ്പോഴാണ് ഓ ഇങ്ങനെയൊക്കെ ഉണ്ടോ, ഓ ഇതായിരുന്നു ഇതിൻ്റെ ഉള്ളടക്കം എന്നുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഇപ്പോൾ ഇവൻ പോയത്. അല്ലാതെ വന്ന് നമ്മളിപ്പോൾ എത്രയോ സിനിമകൾ കാണുന്നു, എത്രയോ ക്രൂരമായിട്ടുള്ള സിനിമകൾ കാണുന്നു, എത്രയോ ലാംഗ്വേജിൽ എന്തെല്ലാം ടൈപ്പ് ഓഫ് സിനിമകൾ. ഇതെല്ലാം ഒരു ബേസിക് പ്ലോട്ടാണ്. പ്ലോട്ട് എന്ന് പറയുന്നൊരു സംഭവം ആരുടെ മനസ്സിലും വരാവുന്ന ഒരു കാര്യമാണ്. ഇത് പിന്നെ ഇങ്ങനെയൊരു കഥ ഈവൻ ചെയ്യുമ്പം ഇന്ത്യയിലെ തന്നെ ഏറ്റവും നമ്പർ 1 ആയിട്ടുള്ള ഒരു ആക്ടേഴ്സിൽ ഒരാളായിട്ടുള്ള മോഹൻലാൽ ചെയ്യുമ്പോൾ അത് ഒരു നമ്പർ 1 ആയിട്ടുള്ള ഒരു ആക്ടറായ പൃഥ്വിരാജ്, ആ ഗണത്തിൽപ്പെടുന്ന പൃഥ്വിരാജ് അത് ഡയറക്റ്റ് ചെയ്യുമ്പോൾ ഇതിന് ഭയങ്കര പബ്ലിസിറ്റി ഈവൻ കിട്ടുന്നു തുടക്കം മുതൽ. മനസ്സിലായി? അപ്പം ആ പടത്തിൻ്റെ ആ ഒരു എക്സ്പെക്റ്റേഷനാണ് ഈ സിനിമേനെ ഇത്രയും പോപ്പുലാരിറ്റിയിൽ എത്തിച്ചത്. പിന്നെ ഈ സിനിമ റിലീസിന് മുമ്പ് തന്നെ ഇതിൻ്റെ മറ്റ് ചർച്ചകൾ ആരംഭിക്കുന്നു. നമ്മുടെ
പ്രൊഡ്യൂസർ ആന്റണി ചേട്ടൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സുരേഷ് ചേട്ടൻ പറഞ്ഞ കാര്യങ്ങൾ അത് വലിയ ചർച്ചയാകുന്നു. വേറൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു, സുരേഷ് ചേട്ടനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിട്ട് വരുന്നു. പിന്നെ സുരേഷ് ചേട്ടൻ ഈ പറഞ്ഞ കാര്യങ്ങൾ പിൻവലിക്കണം ഇവിടുന്ന് പറയുന്നു, ആന്റണി ചേട്ടൻ ഇട്ട കാര്യം പിൻവലിക്കണം എന്ന് പറയുന്നു. ഇതൊക്കെ ചാനലിൽ കൂടെ ഒരു വലിയ ചർച്ചയായി പോകുന്നു. പിന്നെ അതിനൊരു എന്താ പറയുക, അതിനൊരു സമാപനം പോലെ അതൊരു ഒത്തുതീർപ്പിലേക്ക് എത്തുന്നു. പിന്നീട് ഇത് ലൈക്ക ഇതിൽ നിന്ന് പിന്മാറുന്നു, സാമ്പത്തിക പ്രതിസന്ധിയുടെ കാര്യങ്ങളും അതും ഇതൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഒരു ഡേറ്റ് മാർച്ച് 27 വെച്ച് കഴിഞ്ഞിട്ട് അത് പ്രതിസന്ധിയിലാണെന്ന് പറയുന്നു. എല്ലാവരും ടോട്ടൽ സ്റ്റക്കായിട്ട് നിൽക്കുന്നു. അപ്പം ഈ സിനിമയ്ക്ക് പകരം വേറെ എന്ത്, ഇതിൻ്റെ റെമഡി എന്ത് ഈ പ്രശ്നം തീർക്കാനായിട്ട്? അങ്ങനെ ഇതെല്ലാം ചാനൽ ചർച്ചകളിലൂടെ വന്നുകൊണ്ടിട്ടിരിക്കുകയാണ്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഗോകുലം മൂവീസ് ഇതിൻ്റെ അകത്ത് എൻ്റർ ആവുന്നു, രക്ഷകനായിട്ട് വന്നു എന്നും പറഞ്ഞിട്ട് അതൊരു ഭയങ്കര പബ്ലിസിറ്റി ആയി. അപ്പം ഇത് ലൈക്ക എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ നമ്പർ 1 പ്രൊഡക്ഷൻ ആയിട്ടുള്ളൊരു കമ്പനിയാണ്. അപ്പോൾ ആ കമ്പനിക്ക് പോലും താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സിനിമയാണ് ഇത്. അതിനെ രക്ഷിക്കാനായിട്ട് ഗോകുലം വന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള ഇതിൻ്റെ പബ്ലിസിറ്റി അങ്ങ് വന്നിട്ട് ഇതിൻ്റെ ഒരു ഹൈപ്പ് വാനോളം പോയി, പറഞ്ഞു മനസ്സിലായി. പിന്നെ അതായിരുന്നു. അപ്പം ഈ പടത്തിൻ്റെ പിന്നെ ഇതിൻ്റെ ബുക്കിംഗ് അങ്ങ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മളൊക്കെ സാധാരണ ഫസ്റ്റ് ഡേയുടെ ബുക്കിംഗ് ആണ് കണ്ടിട്ടുള്ളത്. ഇത് സെക്കൻഡ് ഡേ, തേർഡ് ഡേ, ഫോർത്ത് ഡേ വരെയുള്ള ഒരു ബുക്കിംഗ് സെൻസേഷൻ ആയിട്ട് കൊണ്ടുവരാനായിട്ട് പറ്റി. ബുക്ക് മൈ ഷോ വന്നിട്ട് എന്താ പറയുക, ജാമായി പോകുന്ന ഒരവസ്ഥ. അപ്പോൾ ഇതെല്ലാം ഒരു പ്രേക്ഷകനെ സംബന്ധിച്ച് ഇതെല്ലാം ഒരു പുതിയ കേൾവി പോലെ, പുതിയൊരു മാർക്കറ്റിംഗ് പോലെ. അപ്പോൾ കാണണം എന്നുള്ള ഒരു പ്രതീതി അങ്ങ് കൊണ്ടുവന്നു. കാരണം വ്യാഴം, വെള്ളി, ശനി, ഞായർ ഈ 4 ദിവസത്തിനുള്ളിൽ തന്നെ കാണണം. വെള്ളിയാഴ്ച ബുക്ക് ചെയ്യാൻ നോക്കുമ്പോൾ വെള്ളിയാഴ്ച ടിക്കറ്റ് ഇല്ല, അപ്പോൾ സ്വാഭാവികമായിട്ട് ശനിയാഴ്ച തന്നെ ട്രൈ ചെയ്യുക. അപ്പോൾ ശനിയാഴ്ചയും ബുക്കിംഗ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിട്ടിരിക്കുക. അപ്പം ഇങ്ങനത്തെ എല്ലാം കുറേ കാര്യങ്ങൾ കൊണ്ടുവരാൻ പറ്റിയത് ഈ പടത്തിനെ സംബന്ധിച്ചുള്ള പ്ലസ് പോയിന്റുകളാണ്. പടത്തിൻ്റെ ഉള്ളടക്കത്തെ സംബന്ധിച്ച് സംസാരിക്കാനായിട്ട് ഞാൻ ആളല്ല, ഒരിക്കലും. കാരണം നമ്മുടെ ഒരു പടം അല്ലാത്തതുകൊണ്ടിട്ട് ഇപ്പോൾ എൻ്റെ കയ്യിൽ വരുന്നൊരു സബ്ജക്റ്റ് ആണെങ്കിൽ എനിക്കത് ചെയ്യണോ വേണ്ടയോ എന്നുള്ള തീരുമാനം എടുക്കാനായിട്ട് എന്നെ കൊണ്ട് സാധിക്കും. പക്ഷെ വേറൊരാളുടെ ഒരു സിനിമയെ പറ്റി, അതിൻ്റെ ഉള്ളടക്കത്തെ പറ്റി ഞാൻ പറയാനായിട്ട് താല്പര്യപ്പെടുന്നുമില്ല. തീർച്ചയായിട്ടും ഇവിടെ ഏറ്റവും വലിയ വിഷയം പിന്നീട് ചൂണ്ടിക്കാട്ടപ്പെട്ടു. അതിനുശേഷം പൃഥ്വിരാജ് ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുന്ന പോലെ തോന്നുന്നു എന്ന് ഏറ്റവും അടുത്ത സുഹൃത്ത് നിലവിൽ പൃഥ്വിരാജുമായിട്ട് ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. ഈ വിഷയങ്ങൾക്ക് ഉണ്ടായ പൃഥ്വിരാജുമായിട്ട് ഫോണിൽ സംസാരിച്ചു. അല്ല, തീർച്ചയായിട്ടും. അപ്പോൾ അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റെഗുലറായിട്ട് സംസാരിക്കുന്ന പോലെയുള്ളൊരു ഇത് കാര്യങ്ങൾ തോന്നിയിട്ടില്ല. അപ്പം രാജു ഒരു ഡെസ്പായിട്ടുള്ള ഒരു ഇതുപോലെ തോന്നി. കാരണം വേറെ ഒന്നും വേണ്ടിയിട്ടല്ല, ഇത് രാജു പോലും ഒരിക്കലും, അതായത് ഒരു സബ്ജക്റ്റ് സെലക്ട് ചെയ്തു എന്നുള്ളത് കറക്റ്റാണ്. അവരത് ഷൂട്ട് ചെയ്യുന്നു, ഡയറക്റ്റ് ചെയ്യുന്നു, അതെല്ലാം വേറെ വിഷയം. ഇത് ഇങ്ങനെ വന്ന് ഭവിക്കുമോ എന്നുള്ളൊരു കാര്യത്തിൽ അത് അവർ ഉദ്ദേശിച്ചിട്ടുണ്ടല്ലോ. ഇപ്പോൾ എത്രയോ സിനിമകളിൽ എന്തെല്ലാം മാറ്ററുകൾ, കുറച്ച് അംശങ്ങളൊക്കെ ആയിട്ട് നമ്മൾ എല്ലാ സിനിമകളിലൊക്കെ പല സിനിമകളിലും പറയാറുണ്ട്. ജനഗണന ഉദാഹരണം അല്ല, അതേ പറഞ്ഞ. അപ്പം പല സിനിമകളിലും പലരും പറയാറുണ്ട്. അപ്പം ഒരാൾ ഒരു സിനിമ ചെയ്യുമ്പം അത്രത്തോളം സീരിയസിൽ അത് എടുത്തിട്ടുണ്ടാവത്തില്ല, പറഞ്ഞു മനസ്സിലായോ? അപ്പം അങ്ങനെ അദ്ദേഹം അത് എടുത്തു. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്രമണങ്ങൾ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും വേറൊരു അപ്പം മേജർ തന്നെയാണെങ്കിലും ലാലേട്ടൻ ഈ സിനിമ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞു, കഥ കേട്ടിട്ടില്ല എന്നൊക്കെ ഉള്ള അർത്ഥത്തിൽ പറഞ്ഞു വന്നു കഴിയുമ്പോഴത്തേനും പിന്നെ ഇത് പോയി പെടുത്തിയതാണ് എന്നുള്ള. അപ്പം പിന്നെ സംസാരിക്കുന്നത് മറ്റുള്ളവരാണ്, മനസ്സിലായോ? മറ്റുള്ള ആൾക്കാരാണ് സംസാരിക്കുന്നത്. പുറത്തുനിന്ന് കേട്ടുകേൾവിയുള്ള അല്ല ഒട്ടും കേട്ടുകേൾവി ഇല്ലാത്ത ആൾക്കാരൊക്കെ ഇതിന് വേണ്ടിയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഒരു ഒറ്റപ്പെടുത്തൽ പോലെ, ഒരാളിലേക്ക് വന്നിട്ട് ഇത് ഭവിക്കുന്നത് പോലെയുള്ളൊരു സംഭവം. അങ്ങനെയാണല്ലോ നമ്മുടെ ഒരാളുകളുടെ ഒരു പ്രത്യേകത, അതാണല്ലോ. അതായത് ഒരാളിലേക്ക് കുറ്റം ചുമത്താനായിട്ട് വളരെ ഈസിയാണ്. അതെ. അപ്പം അങ്ങനെയായിട്ട് എനിക്കങ്ങ് തോന്നി. അപ്പോൾ ആരും അത് പ്രത്യേകിച്ച് റെസ്പോണ്ട് ചെയ്യുന്ന പോലെ തോന്നിയില്ല. ഫോണിൽ വിളിച്ചപ്പോൾ അല്ല, അങ്ങനെ ഞാൻ പറഞ്ഞത് ഞാൻ ഫോണിൽ വിളിച്ചപ്പോഴല്ല. അപ്പം ഇതെല്ലാം ഉണ്ടായപ്പോൾ ഇതെല്ലാം കാണുന്ന ഒരാളുണ്ടല്ലോ. അപ്പം പുള്ളി മറ്റ് ഇന്റർവ്യൂകളൊന്നും കൊടുക്കുന്നില്ലെങ്കിലും ഇത് ഫോണിൽ കൂടെ നോക്കുമ്പം എന്താണ് മാധ്യമങ്ങളിൽ കൂടി നടക്കുന്നതെന്ന് കാണാനായിട്ട് പറ്റുന്ന ഒരാളാണല്ലോ പൃഥ്വിരാജ്. അപ്പം അങ്ങനെ ഇത് കണ്ടുകൊണ്ടിട്ടിരിക്കുമ്പം ഇപ്പം ഞാനാണെങ്കിൽ അതിൻ്റെ ഡയറക്ടർ, നമ്മൾ ഓട്ടോമാറ്റിക്കലി ഒന്ന് ഡൗൺ ആവുമല്ലോ. കാരണം ഇതെന്താണ് ഇങ്ങനെ തലതിരിഞ്ഞു വരുന്നതെന്ന് നമ്മൾ ചിന്തിച്ചു പോകുമല്ലോ. അപ്പം പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരാൾക്കും അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ എനിക്ക് കുറച്ച് പുള്ളി ഒരു മൂഡ് ഓഫ് ആണെന്നുള്ളൊരു കാര്യം എനിക്ക് തോന്നിയിരുന്നു. അതുകൊണ്ടിട്ട് തന്നെയാണ് പൃഥ്വിരാജിന്റെ അമ്മ മല്ലിക സുകുമാരൻ വളരെ കൃത്യമായിട്ട് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പുള്ളിക്കാരി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. മനസ്സിലാവുന്ന രീതിയിൽ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയല്ലല്ലോ ഒരു സിനിമ സംഭവിക്കുന്നതെന്ന് പറയുമ്പോൾ. മകൻ എന്നുള്ള രീതിയിലല്ല, മകൻ കറക്റ്റാണ്, മകനാണ്. പക്ഷെ എന്നാലും ഒരു ഒറ്റപ്പെടുത്തലിൽ നോക്കി കഴിയുമ്പം എൻ്റെ മകന് വേണ്ടിയിട്ട് സംസാരിക്കാൻ ഞാനാണ് ഏറ്റവും ആപ്റ്റെന്ന് തോന്നിക്കൊണ്ടിട്ടായിരിക്കാമല്ലോ
വലിയ അല്ല, ആരും വന്നില്ല, ആരും തുടക്കത്തിൽ വന്നില്ല. ലിസ്റ്റിനും അത് കഴിഞ്ഞിട്ടാണ് വരുന്നത്. ആരും വരാതിരിക്കുമ്പോൾ ഒരു അമ്മയ്ക്കുണ്ടാകുന്ന വേദനയാണ് അത്. ഒരു കാരണവശാലും നമ്മൾ അംഗീകരിക്കാൻ പറ്റില്ല. അമ്മയ്ക്കുണ്ടാകുന്ന വേദന തന്നെയാണ്. പക്ഷെ അമ്മ എല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്നുള്ളതാണ്. ഒരു സംഘടനയോ, ഈ പൃഥ്വിരാജ് നിർമ്മാതാക്കളുടെ സംഘടന അംഗമാണ്, താര സംഘടന അംഗമാണ്, നിർമ്മാതാക്കൾ ഈ സംഘടനയിലൊക്കെ അംഗമാണ്. ഒരു സംഘടനയും ഇതിന് ഫെപ്ക ഒഴിച്ച് വേറൊരു സംഘടനയും വന്നില്ല. ഫെപ്കാനെ നമ്മൾ അഭിനന്ദിക്കുകയാണ് ആ കാര്യമായിട്ട്. എന്തുകൊണ്ടൊരു സംഘടന പൃഥ്വിരാജിന് പിന്തുണയായിട്ട് വരുന്നില്ല? അല്ല, എങ്ങനെ സംഘടന എന്ത് ഇങ്ങനെ തരത്തിലുള്ള ഒരു സൈബർ ആക്രമണം ഉണ്ടാകുമ്പോൾ, സൈബർ ആക്രമണം ഈ പൃഥ്വിരാജിന് ഒറ്റ തിരുന്ന് ആക്രമിക്കാൻ സമ്മതിക്കില്ല എന്നൊരു സംഘടനയ്ക്ക് മുൻകൈ എടുത്ത് പറയുമെങ്കിലും ഒരു റിലീസെങ്കിലും ഇറക്കാൻ മേലെ. അല്ല, അങ്ങനെയല്ല. അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു സംഘടന പറയേണ്ട കാര്യമുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ അതിനെപ്പറ്റി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷൻ സംഘടനയുടെ ഇരിക്കുന്ന ഒരാളാണ്. ഇപ്പം ഞാനത് അങ്ങനെ പറയേണ്ടതായിട്ടുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ആ സംഘടനാ രൂപത്തിൽ തന്നെ പറയും. കാരണം അതിനെന്താണ് ഈവൻ കുഴപ്പമിരിക്കുന്ന ഒരു സിനിമ നമുക്കറിയാവുന്ന ഒരു കാര്യമാണല്ലോ. ഒരു സിനിമ ഒരു ഡയറക്ടറുടെ മാത്രമല്ലല്ലോ, അതിൻ്റെ അകത്ത് ഒരു പ്രമുഖരായിട്ടുള്ള ബാക്കിയുള്ള എല്ലാവരുടെയും കൂടെയാണ്. ഇതിൻ്റെ അകത്ത് ഒരു നിർമ്മാതാവുണ്ട്, മെയിൻ ആക്ടറുണ്ട്, അല്ലെങ്കിൽ മെയിൻ ഒരു ആക്ട്രസ് ഉണ്ട്. അപ്പം അങ്ങനെയാണ് ഇവർക്കൊക്കെ ഈ കഥ കേട്ടപ്പോൾ ഇവർക്കെല്ലാം നോ പറയാറുന്നല്ലോ. ഇപ്പം ഇതിൻ്റെ പബ്ലിസിറ്റിയുടെ പൈസ എല്ലാവർക്കും കിട്ടും. അപ്പം ഇതുമായിട്ട് വരുന്നത് ഈ ജനങ്ങൾ ഈ അഭിപ്രായം പറഞ്ഞ് അല്ല തിയേറ്ററിലേക്ക് വരുന്ന ഈ ജനങ്ങളുടെ പൈസ മുഴുവൻ ഇത് പ്രൊഡ്യൂസറുടെ പോക്കറ്റിലേക്ക് തന്നെയല്ല വരുന്നത്. ഞാൻ പറഞ്ഞത് അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേനും. അപ്പോൾ ഞാൻ പറയുന്നത് അങ്ങനെ ഒരു ഒറ്റപ്പെടുത്തേണ്ട കാര്യം ഇപ്പം ഇവനില്ല. എല്ലാവർക്കും അറിയാം. ഇതിൻ്റെ അകത്ത് മഞ്ജു വാര്യർക്ക് ഈ സിനിമയുടെ കഥ അറിയത്തില്ലേ? അല്ലെങ്കിൽ ലാലേട്ടന് ഇതിൻ്റെ അറിയത്തില്ലേ? ആനണി ചേട്ടൻ അറിയത്തില്ലേ? ആനണി ചേട്ടനൊക്കെ ഒരു കഥ കേട്ട് അത് പുള്ളിക്ക് ബോധ്യമായാൽ മാത്രം. ചേട്ടൻ ഇന്നലെ തന്നെ കഥ കേൾക്കാം, ഞങ്ങൾക്ക് എല്ലാം അറിയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, അതാ ഞാൻ പറഞ്ഞത്. അപ്പം അങ്ങനെ അത്രയും സീനിയർ ആയിട്ടുള്ള ഒരു പ്രൊഡ്യൂസർ വന്നിട്ട് അത് കഥ കേട്ടില്ല, അറിയത്തില്ല എന്നും അദ്ദേഹത്തിന് പറയാൻ പറ്റത്തില്ല, എനിക്ക് മനസ്സിലായിടത്തോളം. അപ്പം ലാലേട്ടനാണെങ്കിലും കഥ കേട്ടിട്ട് ഞാൻ തന്നെ ലാലേട്ടൻ്റെ അടുത്ത് അതായത് കഥകൾ എത്ര എണ്ണം പറഞ്ഞിട്ടുണ്ട്, 2 എണ്ണം പറഞ്ഞിട്ടുണ്ട്, വർക്കായിട്ടില്ല. ലാലേട്ടൻ കേട്ടിട്ടാണല്ലോ ചെയ്യുന്നത് എന്നുള്ളൊരു അർത്ഥത്തിലാട്ടോ ഞാൻ പറയുന്നത്. അതായത് സ്വാഭാവികമായിട്ടൊരു സിനിമയാകുമ്പം അങ്ങനെയാണല്ലോ, കഥ കേട്ടിട്ട് തന്നെയാണ് എല്ലാവരും സമ്മതിക്കുന്നത്. ഇപ്പം കഥ ഇഷ്ടപ്പെടാത്തൊരു കഥ ചെയ്യത്തില്ല. ഈ ഒരു ഇപ്പം ജനങ്ങളെല്ലാം തിരിഞ്ഞതല്ല, ഒരു വിഭാഗം, അതെ, ഇതുമായിട്ടുള്ള പ്രശ്നമുണ്ടായ ഒരു വിഭാഗം, RSS ഉൾപ്പെടെയുള്ള BJP ഉൾപ്പെടെ സംഘപരിവാർ ഉൾപ്പെടെയാണ് ഇത് തിരിഞ്ഞത്. ജനങ്ങളെല്ലാം തിരിഞ്ഞത്. ആ തിരിച്ചലിന് ഇത്രമാത്രം സീനുകൾ വെട്ടിച്ചുരുക്കുക, അതൊക്കെ കേട്ടുകേൾവി ഇല്ലാത്ത സംഭവമാണ്. ഇതൊരു ജനാധിപത്യ രാജ്യമാണ്, അല്ലേ? ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിലുള്ള കടന്നുകയറ്റമായിട്ട് തന്നെ നമുക്കൊക്കെ തോന്നുന്നുണ്ട്. അങ്ങനെ ഒരു വെട്ടിച്ചുരുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു ഈ സിനിമയ്ക്ക്, എല്ലാവരെയും ഭയപ്പെടുന്ന രീതിയിൽ. അല്ലല്ല, അങ്ങനെയല്ല. ഇപ്പം ഈ ഒരു സിനിമ എന്ന് പറയുന്നത് എല്ലാവർക്കും എത്രത്തോളം അറിയാമെന്ന് അറിയത്തില്ല. നമുക്ക് ഒരു സെൻസർ ബോർഡിൽ നമ്മളൊരു സിനിമ നമ്മൾ സെൻസർ ചെയ്യാനായിട്ട് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഒരു 5 പേര് അല്ലെ 7 പേരോളം മിച്ചമുണ്ട് ഒരു പടം കാണുന്നത്. അത് അപ്പോൾ ഏതെങ്കിലും പാർട്ടിക്ക് എഗനിസ്റ്റ് ആയിട്ടുള്ളൊരു സിനിമയാണെങ്കിൽ അവർ അതിനെ ആക്ച്വലി അനുവദിക്കത്തില്ല. പാർട്ടിയുടെ ആളുകൾ എല്ലാവരും ഉണ്ട് ഈ സെൻസർ ബോർഡിൽ. അപ്പോൾ ഇതിനെപ്പറ്റി അറിയാവുന്നവർക്കറിയാം. അപ്പോൾ അവരൊക്കെ കണ്ടിട്ട് അപ്പോൾ അത് കഴിയുമ്പോഴാണ് ഇന്ന ഭാഗം ശരിയല്ല, ഇന്ന വേർഡ് അവിടെ ഉപയോഗിക്കാൻ പറ്റത്തില്ല, ഇന്നടുത്ത് മ്യൂട്ട് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഇവൻ പറയും. അപ്പോൾ വേണ്ടാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അവർ പറയും ഇത് പറ്റില്ല എന്ന് പറയും. അന്ന് സെൻസർ ചെയ്യുമ്പോൾ പടം കണ്ടു കഴിഞ്ഞിട്ട് ഇവരുടെ ഒരു റിവ്യൂ മീറ്റിംഗ് ഉണ്ട്. റിവ്യൂ മീറ്റിങ്ങിന് കഴിഞ്ഞ് കഴിയുമ്പോൾ സെൻസർ ഓഫീസർ നമ്മളെ വിളിപ്പിക്കും, അതിൻ്റെ ഡയറക്ടറെയും റൈറ്ററെയും വിളിപ്പിക്കും, പ്രൊഡ്യൂസറും പറഞ്ഞു. അപ്പോൾ ആക്ച്വലി വിളിപ്പിച്ച് കഴിയുമ്പോൾ ഇവരോട് പറയും ഈ സിനിമയിൽ ഇന്ന ഭാഗങ്ങൾക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട്. അപ്പം നമുക്ക് ആസ് എ ഡയറക്ടർ റൈറ്റർ നമുക്കത് കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയെങ്കിൽ അത് ഓക്കെ. കൺവിൻസ് ചെയ്യാനായിട്ട് പറ്റിയില്ല, നിങ്ങളുടെ കൺവിൻസിങ് നമുക്കത് ഓക്കെ അല്ലാത്ത പക്ഷം നമ്മളത് വെട്ടി മാറ്റേണ്ടി വരും, കട്ടുണ്ടാവും, എഡിറ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ വേർഡുകൾ ഉണ്ടെങ്കിൽ വേർഡുകൾ മ്യൂട്ട് ചെയ്യേണ്ടി വരും. ഇത് മ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെയാണ് നമുക്ക് യു സർട്ടിഫിക്കറ്റ് തരാൻ പറ്റുള്ളൂ, അല്ലെ UA സർട്ടിഫിക്കറ്റ് തരാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ A സർട്ടിഫിക്കറ്റ് തരാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് സർട്ടിഫിക്കേഷനിൽ അങ്ങനെ ഉണ്ട്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം ഇതെല്ലാം മാറ്റത്തോടു കൂടിയാണ്. അപ്പം നമ്മുടെ നിങ്ങൾക്ക് ഇങ്ങനെയാണെങ്കിൽ തരാം, നിങ്ങൾക്ക് U ആണ് വേണ്ടതെങ്കിൽ ഇന്ന കാര്യങ്ങളെല്ലാം മാറ്റിക്കണം. UA ആണെങ്കിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന കാര്യങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ തരാൻ പറ്റുള്ളൂ അത്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ A വേണമെങ്കിൽ നിങ്ങൾ ഇന്ന കാര്യങ്ങളൊന്നും മാറ്റാൻ പറ്റത്തില്ലെങ്കിൽ നിങ്ങൾക്കത് A സർട്ടിഫിക്കറ്റേ ഉള്ളൂ തരാൻ പറ്റുള്ളൂ. അപ്പം ഇങ്ങനത്തെ കാറ്റഗറിയും ഉണ്ട്. അപ്പം ഇവരെല്ലാം കണ്ടിട്ടാണല്ലോ സർട്ടിഫിക്കറ്റ് ഇപ്പം ഇവൻ കൊടുത്തു കഴിയുമ്പോഴത്തേനും പിന്നീട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞല്ലോ, കാരണം ഇവരാരും ഒരു കള്ളത്തരല്ലല്ലോ ചെയ്യുന്നത്. സിനിമ നിർമ്മിച്ചാൽ അത് എന്താണോ അതിൻ്റെ പ്രൊസീജിയർ ഫോളോ ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ആ സർട്ടിഫിക്കറ്റ് കിട്ടിയ വീണ്ടും ഒരു സെൻസറിലേക്ക് പോകുന്നത് അതൊരു കാഴ്ചപ്പാട് ലിസ്റ്റിൽ കാഴ്ചപ്പാട് ശരിയാണോ?
അല്ല അങ്ങനെയല്ല, ഈ പ്രൊഡ്യൂസറിൽ എന്താണ് തെറ്റുള്ളത്? നമ്മൾ അപ്പം ഇല്ലീഗലായിട്ടൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഇല്ല. ഒരു സിനിമയാണ് ചെയ്തത്. സിനിമ എങ്ങനെയാണോ സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് സെൻസർ ബോർഡിൽ അപ്ലൈ ചെയ്യുക, അത് സെൻസർ ഓഫീസർ ഉൾപ്പെടെയുള്ളവർ ഇത് കാണുക, കണ്ടു കഴിഞ്ഞിട്ട് ഇതിൻ്റെ അകത്തെ അവർക്കിത് അവരും ഇത് സിനിമയായിട്ടേ കണ്ടിട്ടുള്ളൂ, അല്ലാതെ അവരിതിനെ രാഷ്ട്രീയവൽക്കരിച്ചിട്ട് ഇല്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഈ സിനിമ ഇത്രയും ക്ലിയർ ആയിട്ടുള്ള ഒരു സിനിമ ചിലപ്പോൾ ഇറങ്ങത്തില്ല. കാരണം അങ്ങനത്തെ ഇഷ്യൂ ഉണ്ടായിരുന്നെങ്കിൽ റിവൈസിങ് കമ്മിറ്റിക്ക് ഉള്ള രീതിയിൽ പോകണം. പിന്നെ ബോംബെയിലൊക്കെ പോയിട്ട് അവിടെ അവരൂടെ കണ്ടു കഴിഞ്ഞിട്ട് ആണ് പിന്നെ ഇങ്ങോട്ട് വരുള്ളൂ. കാരണം ഇവിടെ ഇവർക്കൊരു തീരുമാനം എടുക്കാൻ പറ്റത്തില്ലാത്തപ്പം സാധാരണഗതിയിൽ അങ്ങനെ ഒന്നും ഈ സിനിമയ്ക്ക് സംഭവിച്ചില്ല. അല്ല, സംഭവിച്ചിട്ടില്ല. അല്ല, ഒരു പക്ഷേ ഇത് റിവൈസിങ് കമ്മിറ്റിക്ക് പോയിരുന്നെങ്കിൽ അപ്പം അവരുടെ അഭിപ്രായത്തോടുകൂടെ വെച്ചുകൊണ്ടിട്ടേ ഉള്ളൂ നമുക്ക് ഇതിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ. അപ്പം അവർ പറയുവാണ് ഇന്ന സിനിമ മാറ്റണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രശ്നം അപ്പം അവിടെ ഉണ്ടാവും. അതെ, ലാലേട്ടൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു, ആരെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ ഞങ്ങളത് സെൻസർ ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടപ്പോഴാണ് വീണ്ടും അത് പ്രശ്നങ്ങളാണ്. അതിന് തലേ ദിവസം മേജർ രവി വന്നിട്ട് ലാലേട്ടൻ മാപ്പ് പറയുന്നു, മേജർ രവി പറയുന്നു. ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്താണ് ഇവിടെ പിന്നീടുള്ള വിഷയങ്ങളുണ്ടായത്. അത്തരം ഒരു പോസ്റ്റ് ലാലേട്ടൻ ഇടുകയും മേജർ രവി പറയുകയാണ് നാളെ ലാലേട്ടൻ നിങ്ങളോട് മാപ്പ് പറയും, മേജർ രവിയാണ് പറയുന്നത്. അത്തരം ഒരു വീഡിയോ വേണ്ടിയിരുന്നു മേജർ രവിയുടെ. അല്ല, ഒരു പക്ഷേ ഇതിപ്പോൾ എന്താണെന്ന് പറയുക, നമ്മളിപ്പം സാധാരണ നല്ല സുഹൃത്തുക്കളായിട്ട് ഇവന് ഇരിക്കുമ്പോഴത്തേനും ആ സുഹൃത്തിനോട് ഒരു വിഷയം വന്നു കഴിയുമ്പോൾ പറയുവാണ്, അതായത് അയ്യോ അത് ചെയ്ത് ശരിയായില്ല കേട്ടോ, നിങ്ങളുടെ ഭാഗത്ത് അതിൻ്റെ അകത്ത് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, വേണമെങ്കിൽ അതൊരു കൂടുതൽ വഷളാകുന്നതിന് ഇപ്പം തന്നെ ഒരു സോറി പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് തീരാവുന്ന കാര്യമുള്ളതായിരിക്കും എന്നൊക്കെ ഇപ്പം ഇവൻ ഒരു ഡിസ്കഷനിൽ ഒരു പക്ഷേ അങ്ങനെയുണ്ട്. നല്ല സുഹൃത്തുക്കൾ തമ്മിൽ അങ്ങനെയാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലായിരിക്കാം. അപ്പോൾ എനിക്ക് എന്നിട്ട് ലാലേട്ടനോട് അപ്പം അങ്ങനെ ഒരു അത്രയൊരു സൗഹൃദം ഇല്ലല്ലോ, പറഞ്ഞു മനസ്സിലായി. അപ്പം അങ്ങനെ ഉള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ ഡേ ടു ഡേ കാര്യങ്ങൾ എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടല്ലല്ലോ ആളുടെ ഒരു ഇത്. അപ്പം അങ്ങനെയായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഒരു ഗ്യാപ്പില്ലാതെ ഒരു നല്ല ബന്ധത്തിലുള്ള ഒരാളുമായിട്ട് ചിലപ്പോൾ ഡിസ്കഷൻ നടത്തിയിട്ടുണ്ടാവാം. ആ ഡിസ്കഷനിൽ എടുത്ത അപ്പം അതായിരിക്കും അല്ലേ, അപ്പം നമ്മൾ അങ്ങനെ ചെയ്യാല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ ഒരു പക്ഷേ അദ്ദേഹം അത് പറഞ്ഞിരിക്കുന്നത്. അല്ല, ഒരു പക്ഷേ അങ്ങനെ ആയിരിക്കാമല്ലോ. ഇപ്പം ഞാനിപ്പോൾ പൃഥ്വിരാജ് ഇന്നൊരു സാധനം ചെയ്യും, ഒരു 1 hourനുള്ളിൽ ഇങ്ങനെ ഒരു ചെയ്യും എന്ന് പറയുകയാണെങ്കിൽ, ബോധ്യത്തോടു കൂടി പറയണമെങ്കിൽ അത് എനിക്കറിവുള്ള കാര്യമാണെങ്കിലേ ഉള്ളൂ എനിക്കത് പറയാൻ പറ്റുള്ളൂ. അതെ അതെ. അല്ലാതെ ഇപ്പം ഞാനൊരു പറയുന്നൊരു കാര്യത്തിന് അത് ചെയ്യണമെന്നില്ലല്ലോ. ഞാൻ പറഞ്ഞത് ഒരു പക്ഷേ ഇവർ തമ്മിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞപ്പം അതിൻ്റെ അകത്ത് എങ്ങനെ ഒരു പ്രശ്നമുണ്ട് ലാലേട്ടൻ അത് ചെയ്താൽ നല്ലതായിരിക്കും എന്ന് പറയുമ്പോൾ ലാലേട്ടൻ്റെ ഒരു സ്വഭാവത്തിന് എന്നാ മോനെ അങ്ങനെ ആരെയും നമുക്കത് വേനമ്പിങ്ങിൻ്റെ കാര്യമില്ലല്ലോ, ഞാനത് ചെയ്യാം, ഞാനതൊരു ക്ഷമ ചോദിച്ചുകൊണ്ടിട്ടുള്ള ലെറ്റർ ഞാൻ തന്നെ ഇവൻ ഇട്ടേക്കാം എന്ന് പുള്ളിയുടെ ഒരു സ്വഭാവത്തിന് പുള്ളി അത് ചെയ്യും. അപ്പം അതാണ് മേജർ രവി അങ്ങനെ പറഞ്ഞതെന്നാണ് ഞാൻ വിശ്വസിച്ചത്. ഈ ലിസ്റ്റിന് ഒരു കാര്യം, പൃഥ്വിരാജിന് അത് കഴിഞ്ഞിട്ട് സൈബർ ആക്രമണം നമ്മൾ കാണുന്നത് വളരെ മോശമായിട്ട്. ആടുജീവിതം ഷൂട്ടിന് പോയപ്പോൾ അവിടെ നിന്ന് പൈസകൾ ഉണ്ടാക്കിയ കണക്ക് അത് ED അന്വേഷിക്കണം ഒക്കെ പറഞ്ഞിട്ട് വളരെ മോശമായ നിലയിലേക്ക് തന്നെയാണ്. അത് BJPയുടെയും സംഘപരിവാറിൻ്റെയൊക്കെ തലപ്പത്തിരിക്കുന്നവരാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അത്രയും ഒരു ജിഹാദിയാക്കി മാറ്റിയിരിക്കുകയാണ് പൃഥ്വിരാജിനെ. ആ ഒരു കടന്നുകയറ്റമാണ് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യയെക്കുറിച്ച് അല്ലേ, ഗോപാലകൃഷ്ണൻ തന്നെ ആ ഭാര്യയെക്കുറിച്ച് പറയുന്നത്. തൃശ്ശൂർ ഒരു യോഗത്തിൽ ഗോപാലകൃഷ്ണൻ തന്നെ ഭാര്യയെക്കുറിച്ച്, സുപ്രിയയെക്കുറിച്ച് വളരെ മോശമായിട്ട് പറഞ്ഞു. അപ്പോൾ ആ കുടുംബത്തിലേക്കും കൂടെ ഒരു അക്രമം ഇപ്പോൾ കയറിയിരിക്കുകയാണ്. അത് എങ്ങനെയാണ് നമുക്കൊക്കെ ഒരു മലയാളികൾക്ക് എങ്ങനെയാണ് അത് ഉണ്ടാവുന്നത്? അത്തരം ഒരു സ്വാതന്ത്ര്യം ഇല്ലാത്ത രാജ്യത്തിലാണ് ജീവിക്കേണ്ടതായി വരുന്നത്. സുപ്രിയ പൃഥ്വിരാജ് എന്ന് പറയുന്ന വ്യക്തി അപ്പം ആളുടെ ഹസ്ബൻഡ് ഒരു പടം ഡയറക്റ്റ് ചെയ്യുന്നു. അപ്പം ആളത് കാണുന്നു. ആളുടെ ഹസ്ബൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നാളായിട്ട് ഒരു വലിയ സിനിമയുടെ പുറകിലായിരുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ സുപ്രിയ പോലും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം അത് നാളെ ഒരു വലിയ ബേഡനെ ഇറക്കി വെക്കുന്ന പോലെ പുള്ളിക്കാരിക്ക് ഇപ്പം ഇവൻ തോന്നുക. അപ്പം അത്രയും വലിയൊരു സിനിമ ഒരു കുറേ കഷ്ടപ്പാടൊക്കെ കഴിഞ്ഞിട്ട് കുറേ പ്രതിസന്ധികളൊക്കെ തരണം ചെയ്ത് കഴിഞ്ഞിട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ അതേ സുപ്രിയയുടെ ലാംഗ്വേജിൽ പുള്ളിക്കാരി അത് എഴുതി വിട്ടതാണ്, പറഞ്ഞു മനസ്സിലാവും. അപ്പോൾ അതിനൊരു ആവേശം കാണുമായിരിക്കാം, ഒരു എക്സൈറ്റ്മെൻറ്റ് ഇവൻ ഉണ്ടായിരിക്കാം. അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലായിരിക്കും പുള്ളിക്കാരി അത് എഴുതി വിട്ടത്. അപ്പം ആ എഴുതി വിട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് പേരത് നെഗറ്റീവായിട്ട് എടുത്ത് ഭയങ്കരമായിട്ട് അത് അപ്പോൾ അതിപ്പോൾ ഓരോരുത്തർ സ്വീകരിക്കുന്ന രീതിയാണല്ലോ. വേറൊരാൾ എഴുതി വെച്ചൊരു കാര്യം മറ്റുള്ളവരെങ്ങനെ എടുക്കുന്നു എന്നുള്ളതാണല്ലോ. അപ്പം എല്ലാവരുടെ ഇഷ്ടത്തിനുള്ള ഒരു ലെറ്റർ അങ്ങനെയായിട്ട് ഒരാൾക്ക് എഴുതാൻ പറ്റത്തില്ലല്ലോ. ഒരാൾ
ഞാൻ എൻ്റെ ഒരു പോസ്റ്റ് ഇട്ടേക്കുന്നു, ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയ അതെ അതെ കാര്യങ്ങളാണ്, ഞാൻ എൻ്റെ ലാംഗ്വേജിലാണ് നമ്മളത് കുറിച്ച് വെച്ചേക്കുന്നത്. അതെ അതെ അതേ അലി തന്നെ അത് ചെയ്യുമ്പോൾ, ഇപ്പം അലി ഒരു ഇൻ്റർവ്യൂ ചെയ്യുന്നു, ഇപ്പം BBC ന്യൂസിൽ ഇൻ്റർവ്യൂ ചെയ്യുന്ന പോലെ അലി ഇൻ്റർവ്യൂ ചെയ്യത്തില്ലല്ലോ. അപ്പോൾ അലിക്ക് അലിയുടേതായ ഒരു സംസാര ശൈലിയുണ്ട്, ആ ലാംഗ്വേജിലൂടെ ആയിരിക്കും അലി ഇൻ്റർവ്യൂ ചെയ്യുന്നത്. വേറൊരാൾ ഇപ്പോൾ ദിനു അല്ലെങ്കിൽ വേറൊരു ഒരു ആങ്കർ ആയിക്കോട്ടെ, അവരുടെ ശൈലിയിലാണ്. അപ്പം എല്ലാവരും ഒരേപോലെയാണ് ആങ്കർ ചെയ്യുന്നത് അല്ലെങ്കിൽ എഴുതി വെക്കുന്നതെങ്കിൽ ഇതെല്ലാം കോപ്പി പേസ്റ്റ് ചെയ്താൽ പോരെ, അതിനെ കോപ്പി അടിയെന്നല്ല പറയുന്നത്, അങ്ങനെയല്ലല്ലോ. ഇത് അവരവരുടെ ലാംഗ്വേജിനനുസരിച്ച് അവരവർ എഴുതി വെക്കുന്നു എന്നുള്ള ഒരു കാര്യമാണ്. ആ എഴുത്തിനാണ് പിന്നീട് അല്ല, ഒരു വിഷയം വന്നപ്പം പലരും ട്രോളായിട്ടും ഓരോ രീതിയായിട്ടും അതിനെ പലരുടെ രീതിയിൽ അതിൻ്റെ അകത്ത് അഭിപ്രായം പറഞ്ഞു, അങ്ങനെയാണല്ലോ. എന്തുകൊണ്ട് മുരളി ഗോപി ഇതിനെക്കുറിച്ച് ഒന്നും സംസാരിക്കുന്നില്ല എന്ന് ചിന്തിച്ചു. ഒരു പോസ്റ്റ് ഇപ്പോൾ ഷെയർ ചെയ്യുന്നില്ല. പൃഥ്വിരാജ് ലാലാട്ട് ഇടുന്നു, ഷെയർ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പൃഥ്വിരാജ് ആദ്യം ഒരു പോസ്റ്റ് ഇട്ടു, നമ്മുടെ പ്രണവിൻ്റെ പോസ്റ്റാണോ, പ്രണവിനെ കാണിച്ചുകൊണ്ട് പൃഥ്വിരാജാണ് ആദ്യം ഇട്ടു. അതാണ് ആൻ്റണി പെരുമ്പാവൂർ ഷെയർ ചെയ്യുന്നത്, അത് തന്നെയാണ് ലാലേട്ടനൊക്കെ ഷെയർ ചെയ്തത്. എന്തുകൊണ്ടാണ് മുരളി ഗോപി ഇതുവരെ ഒന്നും മിണ്ടുന്നില്ല, ഒരു പോസ്റ്റ് പോലും ഷെയർ ചെയ്യുന്നില്ല? അതിനുശേഷം അതിനെക്കുറിച്ച് ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ എന്ന നിലയ്ക്ക് അദ്ദേഹം ഇതിനോടൊക്കെ ഒരു ഉത്തരവാദിത്തമുള്ള ഒരു വ്യക്തിയല്ലേ? അല്ല, അതിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് അദ്ദേഹത്തോട് തന്നെ ചോദിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം പറയേണ്ട ഇതാണല്ലോ. അതിപ്പോൾ എങ്ങനെയാണ് അദ്ദേഹം എന്താണ് പ്രതികരിക്കാത്തതെന്ന് ഞാനിപ്പോൾ ഇവൻ അതിനൊരു ഉത്തരം പറയാനായിട്ട് പറ്റത്തില്ല. കറക്റ്റാണ്. പക്ഷെ അതിൽ നിന്നും നമ്മളൊരു പ്രേക്ഷകൻ എന്ന നിലയിലേക്ക്, നമ്മളൊരു സാധാരണ ആളെന്ന നിലയിൽ, പ്രൊഡ്യൂസർ മാറിയിരിക്കുന്നത് സാധാരണ ഒരു അല്ല, ഒരു പക്ഷേ പുള്ളി ഇപ്പോ എന്നല്ലേ? അല്ല, ഒരു പക്ഷേ പുള്ളി ഇപ്പൊ അതിന്റെ ഒരു വലിയ ടോക്ക് ഇപ്പൊ പൊക്കോണ്ടിട്ടിരിക്കുകയാണ്. ചാനൽ ചർച്ചകളിൽ പോലും പലരും അതിനെപ്പറ്റി പ്രതികരിക്കുന്നു. ഇപ്പൊ നമ്മുടെ ഒരു കാര്യം നമ്മളിപ്പോൾ അത് പറയണ്ട, ഇപ്പൊ അതിനെപ്പറ്റി ഒരു കമന്റ് പറയണ്ട എന്ന് ഉദ്ദേശിച്ചുകൊണ്ടിട്ട് പുള്ളി മാറി നിൽക്കുന്നതായിരിക്കാം. ഒരുപക്ഷെ കുറച്ച് കഴിയുമ്പോൾ പുള്ളിയുടെ ഒരു വേർഷനിലുള്ള കാര്യം പുള്ളി അവതരിപ്പിക്കുമായിരിക്കും. അത് നമുക്കറിയത്തില്ല. ഇപ്പം നമ്മളായിട്ടൊന്നും പോയി പറയണ്ട എന്നുള്ള രീതിയിൽ മാറി നിൽക്കാലോ ആർക്കും. പക്ഷെ അദ്ദേഹത്തിൻ്റെ അതൃപ്തി ഉണ്ടെന്ന് നിങ്ങളെ തെളിയിക്കുന്നതല്ലേ പോസ്റ്റ് ഒന്നും ഷെയർ ചെയ്യാത്തത്? ഞാൻ പറഞ്ഞ പ്രൊഡ്യൂസർ റിലേഷൻഷിപ്പ് മാറിയിരിക്കും ഒരു പ്രേക്ഷകൻ എന്ന നിലയിലേക്ക്. ഞാനൊരു പ്രേക്ഷകൻ എന്ന നിലയിലേക്ക് എനിക്ക് അതൃപ്തി ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നത്. അല്ല, ഞാൻ പറയട്ടെ, ഇപ്പോൾ ഇപ്പം സമൂഹത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര അരിശമുള്ള വ്യക്തികളുണ്ട്, ഭയങ്കര ഡിപ്ലോമസിയിൽ സംസാരിക്കുന്ന ആൾക്കാരുണ്ട്, ഭയങ്കര പാവമായിട്ടുള്ള ആൾക്കാരുണ്ട്, പറഞ്ഞു മനസ്സിലായി. അപ്പോൾ അല്ലെങ്കിൽ ഭയങ്കര ഈ കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന ടൈപ്പ് ഓഫ് ആളുകൾ ഇപ്പോൾ ഇവനുണ്ട്. ഇങ്ങനെ ഒരു സൊസൈറ്റി ആകുമ്പോൾ പല ടൈപ്പ് ഓഫ് ആളുകളുണ്ട്. ഞാൻ പറഞ്ഞപ്പം ആ ആൾക്ക് ഇപ്പം ഓക്കെ ഒരു പറച്ചിലിൻ്റെ ഇവിടെ ഒരു ആവശ്യമില്ല എന്ന് തോന്നിക്കാണാം, മനസ്സിലായോ? അപ്പോൾ അതായത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇവിടെ ഒരു കമൻറ്റ് പറയേണ്ട കാര്യമില്ല, ഇവിടെ ഒരു സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്നതാണ് നല്ലതെന്ന് തോന്നാം. നമ്മുടെ സൈലൻസ് കുറച്ച് കഴിയുമ്പോൾ സൈലൻസും ഒരു പ്രതികരണമാണല്ലോ. ഈ ഒരു സൈലൻസ് എന്ന് പറയുന്നത് ഒരു ആൻസർ ആണല്ലോ. അല്ല, ആ സൈലൻസ് ആണ് നമുക്കൊക്കെ ചിന്തിക്കുന്ന ഇദ്ദേഹത്തിനും ഇപ്പോൾ പൃഥ്വിരാജിന്. അല്ല, അതാ ഞാൻ പറഞ്ഞത്, ചില സമയത്ത് സൈലൻസ് ഒരു ആൻസർ ആണെന്നാണ് ഞാൻ പറഞ്ഞത്. ആൻസർ ആണ്, അതാണ് കറക്റ്റ്. സൈലൻസ് ഒരു ആൻസർ ആണ്, തനിക്ക് അതിനകത്ത് യോജിപ്പില്ല എന്നുള്ള ഒരു ആൻസർ ആക്കി നമുക്ക് എടുക്കാം, വ്യാഖ്യാനിക്കാമെന്നാണ് പറഞ്ഞത്. നമുക്ക് എല്ലാവർക്കും വ്യാഖ്യാനിച്ചെടുക്കാം. എന്തായാലും നിലവിൽ ഇപ്പോൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിലവിൽ പൃഥ്വിരാജിന് ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുന്നതായിട്ട് തന്നെയാണ് നമുക്ക് എല്ലാവർക്കും തോന്നി എന്ന കാര്യത്തിൽ. അത് കൃത്യമായിട്ട് കഴിഞ്ഞ ദിവസം ആന്റണി പെരുമ്പാവൂർ പറയുന്നത് ഒരിക്കലും ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കാൻ ഞങ്ങൾ ആരും സമ്മതിക്കില്ല. അത് തന്നെയാണ് ഇന്നലെ ആർഷിഭാസ് സിനിമാസിലെ ഒരു സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടത്. അത് സ്വാതന്ത്ര്യത്തെ കുറിച്ചൊരു പോസ്റ്റ് ഇട്ടു, ഇവിടെ സ്വാതന്ത്ര്യമുണ്ട് എന്നൊരു പോസ്റ്റ് അവർ ഇട്ടിട്ടുണ്ട്. അതും അതിന്റെ ഭാഗമാണ്. പക്ഷെ പെട്ടുപോയതാണ് ഇവരൊക്കെ. അല്ല, അതാ ഞാൻ പറഞ്ഞത്, ഒരു സിനിമ എടുത്തു കഴിയുമ്പോൾ ഒരു സിനിമയുടെ ഹൈപ്പ്, പബ്ലിസിറ്റി അല്ലെങ്കിൽ അതിൻ്റെ അകത്തെ ഉള്ളടക്കം ഏത് രീതിയിലാണോ വ്യാഖ്യാനിക്കപ്പെടുന്നത്, എങ്ങോട്ടാണ് പോകുന്നത് നമുക്ക് അറിയത്തില്ല. ഒരു സിനിമയുടെ കളക്ഷൻ ഇത് ഇത്ര രൂപ വരുന്ന ഇപ്പോൾ പടം കണ്ടിറങ്ങിയിട്ടിട്ട് ഞാൻ ഒരിക്കലും ഇപ്പോൾ ഓക്കെ ഇത് ഇത്രയും വലിയൊരു കളക്ഷൻ വരുന്ന ഒരു സിനിമയാണെന്ന് ഞാൻ ഒരിക്കലും ഓർത്തിട്ടില്ല, മനസ്സിലായി? അതായത് ഒരിക്കലും ഓർത്തിട്ടില്ല മീൻസ് അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഓക്കെ ഇത്രയും തിയേറ്ററിലാണ് ഇറങ്ങിയേക്കുന്നത്, ഇത്രയൊക്കെ കളക്ഷൻ വരുമായിരിക്കാം. അതായത് ഒരു 40 ദിവസം കൊണ്ടിട്ട് വരേണ്ട കളക്ഷൻ ഒരു 5 ദിവസം കൊണ്ടിട്ട് വന്നേക്കുവാണ്. അപ്പം ഇത് എൻ്റെ സിനിമാ ജീവിതത്തിൽ പോലും ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പം എനിക്കൊരു അതിശയോക്തിയാണ് ആ കളക്ഷൻ കണ്ടപ്പോൾ തോന്നിയിട്ടുള്ളത്. കാരണം നമുക്കിപ്പോൾ ഇത്രയും തിയേറ്ററുകൾ ഇപ്പോൾ ഇവനുണ്ടല്ലോ, അപ്പം നമ്മളിത് കാണുവാണ്, നമ്മുടെ എല്ലാ തിയേറ്ററുകളിലും എല്ലാ ഷോസും തന്നെ ഫുള്ളായിട്ട് പൊയ്ക്കൊണ്ടിട്ടിരിക്കുക ഇപ്പോഴും. അല്ല, അതാണ് അപ്പം ഞാൻ പറഞ്ഞത്, അതൊരു വലിയൊരു കാര്യമാണല്ലോ. അപ്പം ഒരു സിനിമ കണ്ടു കഴിയുമ്പോൾ ഇങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കത്തില്ല ഇത്രയും കളക്ഷൻ വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ഡിബേറ്റേ നടക്കുകയുള്ളൂ, ഒരു തർക്കേ നടക്കുകയുള്ളൂ, മനസ്സിലായി? കാരണം എന്താണെന്ന് വെച്ചാൽ അതിന് എല്ലാം ഇപ്പം ഒരു സിനിമയ്ക്കകത്ത് പറയുന്ന പോലെ ലാലേട്ടൻ്റെ ഡയലോഗിൽ തന്നെ വഴി മാറാ മുണ്ടക്കൽ ശേഖര എന്ന് പറയുന്ന പോലെ ഇതുവരെയുള്ള എല്ലാ കളക്ഷനോടും വഴി മാറാൻ പറഞ്ഞിട്ട് അമ്പുരാൻ വേറെ ഇങ്ങനെ ഫ്ലൈ ചെയ്തുകൊണ്ടിട്ടിരിക്കുക. അത് ഇവിടെ മാത്രമല്ലല്ലോ, ഓവർസീസിൽ എന്താണ് കളക്ഷൻ?
ഓവർസീസിലുള്ള ആദ്യത്തെ അഡ്മിഷൻ നമ്മുടെയൊക്കെ മറ്റ് സിനിമകൾ പൃഥ്വിരാജിൻ്റെയൊക്കെ സിനിമയുടെ തന്നെ, അതായത് ടോട്ടൽ കളക്ഷൻ പ്രീ ബുക്ക്ഡ് ആയിട്ട് തന്നെ വന്നേക്കുവാണ് അഡ്മിഷൻ്റെ കാര്യത്തിൽ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അപ്പോൾ അത്രയും ഹൈപ്പ് ഈ പടത്തിന് അവിടെ എല്ലാം ചെന്നു എന്നുള്ളതാണ്. ഇവിടെ ഒരു കേരളത്തിൽ മാത്രമല്ല. അപ്പോൾ ഒരു റിസൾട്ടാണല്ലോ. ഇപ്പം എത്ര ഒരു കളക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞാലും നല്ല സിനിമയും കൂടെ ആണെങ്കിൽ മാത്രമാണ് ആക്ച്വലി അതിനെ പോയി കാണുക. അല്ലെങ്കിൽ റിവ്യൂ എത്ര ഹൈപ്പുള്ള സിനിമയാണെങ്കിലും റിവ്യൂ ഭയങ്കര മോശമാണെന്ന് പറയുന്ന ഇത് വന്നു കഴിഞ്ഞാൽ ആരും പോയി കാണത്തില്ല. അതാണ് സിനിമയുടെ ഒരു പ്രാക്ടീസ്. കാരണം ഈ സിനിമ ഒന്ന് കാണാറുണ്ട്, വെൽ മെയ്ഡ് സിനിമയാണ്, രാജ്യം നന്നായിട്ടൊരു അതിനെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോഴും ആസ് എ ഡയറക്ടർ എന്നുള്ള രീതിയിൽ പൃഥ്വിരാജ് പ്രൂവ് ചെയ്തേക്കുവാണ്. ഒരു വലിയ ഒരു സംവിധായകനായിട്ട് വീണ്ടും മാറിയിരിക്കുകയാണ്, തെളിയിച്ചിരിക്കുകയാണ്. അതാണ് ഇപ്പം ഞാൻ പറയുന്നത്. ഇപ്പം നമുക്കിപ്പോൾ ഇനി പൃഥ്വിനെ സംബന്ധിച്ച് ഏത് ലാംഗ്വേജിലും ഏത് വലിയ സിനിമയും ചെയ്യാനായിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുള്ളതിനുള്ള ഒരു എക്സാമ്പിളൂടെയാണ് എമ്പുരാൻ. ഞാൻ ചെയ്തു വെച്ചേക്കുന്ന വർക്ക് കണ്ടോ, ഉള്ളടക്കത്തിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞത് എൻ്റെ വർക്ക് കണ്ടോ എന്ന് കാണിക്കാനായിട്ട് ഇനി എവിടെയും പറ്റുന്ന ഒരു ഷോപ്പ് പീസാണ് ആക്ച്വലി എമ്പുരാൻ. ഇല്ല, ഇങ്ങനെയുള്ള ഒരു ലിസ്റ്റിനും അറിയാം, നമുക്കെല്ലാവർക്കും അറിയാം പൃഥ്വിരാജിൻ്റെ ആടുജീവിതമൊക്കെ ഏറ്റവും നല്ല മനോഹരമായ. അത് പൊതുവെ ഇപ്പോൾ പറയുന്നത് ആടുജീവിതമൊക്കെ ഇപ്പം നാഷണൽ അവാർഡ് വരാതിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഇതെല്ലാം ഇതിനെ ഇപ്പം ബാധിക്കും എന്ന കാര്യത്തിലൊരു സംശയം. അത് അങ്ങനെയൊക്കെ ബാധിക്കില്ല ഇനിയിപ്പോൾ പൃഥ്വിരാജിൻ്റെ ജീവിതത്തിൽ ഈ ഒരു സിനിമയോട് കൂടി? അങ്ങനെയല്ലേ, ഇപ്പം ഇതും കടന്നു പോവും. അങ്ങനെ എന്താണെന്ന് വെച്ചാൽ മനുഷ്യ ജീവിതത്തിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ, നമുക്ക് പ്രായം കടന്നു പോകുന്നില്ലേ എന്ന് പറയുന്ന പോലെ ഈ സിനിമ കടന്നു പോകും. അടുത്ത വെള്ളിയാഴ്ച ഇനി ഇതേണ്ട അടുത്ത 3-4 സിനിമകൾ വരുമോ. ജിംഖാനകൾ ഇപ്പോൾ വരാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നു, മമ്മൂക്കയുടെ ബസൂക്ക വരാനായിട്ട് ഇരിക്കുന്നു, മരണമാസം വരാനായിട്ടിരിക്കുന്നു. അപ്പോൾ ഇനിയുള്ള ചർച്ചകൾ അതിലേക്ക് പോവുകയാണ്, മനസ്സിലായി. ഇപ്പോൾ ഈ സിനിമയുടെ ഒരു ഇത് തീർന്നു, ഒരു ഹൈപ്പ് ഇപ്പം വരുന്നു. ഇതിൻ്റെ എക്സ്ട്രീം ലെവലിൽ എത്തിയല്ലോ. ഒരു ഹൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതല്ലല്ലോ. ഫേസ്ബുക്ക് തുറന്നാലും ശരി, ചാനൽ തുറന്നാൽ ശരി, അതായത് ഇതൊന്നും പൈസ മുടക്കാതെയുള്ളൊരു പബ്ലിസിറ്റിയാണെന്ന് ആലോചിക്കണം. എല്ലാ ചാനലും സംസാരിക്കുന്നു. മനോരമ പത്രത്തിൽ ഇന്നലെ മറ്റേ ഇവിടെ പാർലമെന്റിൽ ഇതായിരുന്നു സംസാരിച്ചത്. അപ്പൊ ആ ഒരു ലെവലിലേക്ക് ഈ സിനിമ കൊണ്ട് എത്തിക്കാനായിട്ട് പറ്റി എന്നുള്ളതാണ്. അപ്പൊ സിനിമയുടെ പ്രമേയമായിരിക്കുമല്ലോ അതിനെ പ്രമേയമായിരിക്കും, അത് ഉറപ്പായിരുന്നു. എന്തായാലും പൃഥ്വിരാജിന് ഒറ്റ തിരിഞ്ഞുള്ള ആക്രമണം എന്തായാലും സാധിക്കില്ല ഈ കേരളത്തിൽ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളെല്ലാവരുടെയും ഒരു പ്രതികരണം ഉണ്ടാവും എന്ന കാര്യത്തിൽ ഉറപ്പിച്ചാണ് ലിസ്റ്റ് പറയാം. അല്ല, സിനിമ എന്ന് പറയുന്നത് പൃഥ്വിരാജിന്റെ മാത്രമല്ല എന്നാണ് ഞാൻ പറയുന്നത്. സിനിമ ശരിയാണ്, ഈസ് എ ഡയറക്ടർ. വേറൊരാൾ കഥ എഴുതി, സ്ക്രിപ്റ്റ് എഴുതി, സംഭാഷണം എഴുതി ഒരു പടത്തെ അദ്ദേഹം നല്ല ഭംഗിയായിട്ട് ഡയറക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഒരാശയത്തെ പുള്ളി കേട്ട് പുള്ളി അതിനെ വന്നിട്ട് ഭംഗിയായിട്ട് കൈകാര്യം ചെയ്തേക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകേണ്ടത്. അതൊരു നിർമ്മാതാവില്ലേ കഥ കേട്ടിട്ട് നോ പറയാമല്ലോ, അല്ലെങ്കിൽ അതിനൊരു വലിയൊരു ഹീറോ ഇല്ലേ നോ പറയാമല്ലോ, അല്ലെങ്കിൽ അതിനൊരു വലിയ ക്യാമറമാനില്ലേ നോ പറയാമല്ലോ. ഇതിൻ്റെ അകത്തൊക്കെ ബാക്കിയുള്ള ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ടല്ലോ. ഇപ്പം അതായത് ഇപ്പം മറ്റ് ഹീറോയോ അല്ലെങ്കിൽ മഞ്ജു ഒക്കെ ഇതിൻ്റെ അകത്ത് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അവരോട് ഇത് മാത്രമായിരിക്കത്തില്ലല്ലോ പറയുന്നത്. ഇപ്പോൾ നമ്മളൊക്കെ എത്രയോ ആർട്ടിസ്റ്റുകളോട് നമ്മൾ പറയുമ്പോൾ നമ്മൾ ആ ആർട്ടിസ്റ്റ് ചെയ്യാനുള്ള ആ ഒരു പോർഷൻ മാത്രമല്ല പറയാറ്. വലിയ ആർട്ടിസ്റ്റുകളോടാട്ടോ ഞാൻ പറയുന്നത്. അല്ലാത്തുള്ള ചെറിയ ആർട്ടിസ്റ്റുകളോടൊക്കെ അവരോട് ചെയ്യാനുള്ള റോളിൻ്റെ മാത്രമേ ഉള്ളൂ പറയാറുള്ളൂ. അല്ലാത്തുള്ള വലിയൊരു ആർട്ടിസ്റ്റുകളോടൊക്കെ കഥയുടെ കാര്യങ്ങളൊക്കെ ഇതൊക്കെയാണ്. ഈ കഥയിൽ ഇന്ന റോളാണ് നിങ്ങൾ ചെയ്യേണ്ടത്, അപ്പം ഇതാണ് നിങ്ങളുടെ ഒരു വേർഷൻ എന്ന് പറയും. അപ്പോൾ ഇനി അഥവാ പറഞ്ഞില്ലെങ്കിലും ആർട്ടിസ്റ്റുകൾ തന്നെ ചോദിക്കുമല്ലോ എന്താണ് ഒരു ത്രൂ ഔട്ട് കഥ എന്ന് പറയുമ്പോൾ ഇവരൊക്കെ വലിയ നെയിമുകളുള്ള ആർട്ടിസ്റ്റുകളല്ലേ. അപ്പോൾ ഇവർ ചോദിക്കുമ്പോൾ ഓഫ് കോഴ്സ് രാജു പറയും അല്ല അത് ഞാൻ പറയത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇരിക്കത്തില്ലല്ലോ. ഞാൻ പറഞ്ഞ അല്ലേ, ഇവരെല്ലാം ഒരു വളരെ നല്ല ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്നവരല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ ഓഫ് കോഴ്സ് അതെല്ലാം ഷെയർ ചെയ്യുമെന്നാണ് ഞാൻ പറഞ്ഞത്. എല്ലാവരും പറഞ്ഞ കഥയാണ്, എല്ലാവർക്കും ഈ കഥ അറിയാമായിരുന്നു. എന്നിട്ടാണ് ഈ സിനിമ നിർമ്മിച്ചതും നിർമ്മാതാവ് നിർമ്മിച്ചതും ഡയറക്ഷൻ പൃഥ്വിരാജ് ചെയ്തതും ഈ സ്ക്രിപ്റ്റ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. പിന്നീട് പൃഥ്വിരാജ് മാത്രമായി പോകുന്നതിലുള്ള ഒരു ദുഃഖവും വേദനയും സ്വാഭാവികമായിട്ട് മലയാളികൾ കൊണ്ട് അത് താങ്കളുടെ ഏറ്റവും അടുത്ത സുഹൃത്താകുമ്പോൾ താങ്കൾക്കും സ്വാഭാവികമായിട്ടും ലിസ്റ്റിനും ഉണ്ടാവും. അതാണ് അല്ല, നമ്മളിത് കണ്ടുകൊണ്ടിട്ട് ഇപ്പം ഇവന് ഇരിക്കുമ്പോൾ നമ്മളെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിനിമ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മാത്രമല്ല എന്നുള്ളത് കൊണ്ടിട്ടാണ്. ഇപ്പം പൃഥ്വി മാത്രം വന്നിട്ട് ഇപ്പോൾ ഓക്കെ ഒരു വേറെ എന്തെങ്കിലും കാര്യത്തിന് ഒരു കുറ്റം ചെയ്തുവെങ്കിൽ അത് ആ വ്യക്തി മാത്രം ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. അതെ. ഇപ്പോൾ ഒരാൾക്കിട്ട് ഒരു പൃഥ്വിരാജ് ഒരു അടി കൊടുത്തു, അപ്പോൾ അതിന് റീസൺ ഒരു സിനിമയല്ല.
അതിപ്പോൾ പൃഥ്വിയാണ് അതിൻ്റെ അകത്ത് റീസൺ. ഇതെന്ന് പറയുന്ന ഒരു സിനിമയാണ്. ഇപ്പോൾ സിനിമ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് എല്ലാവരും ഉണ്ടല്ലോ. ഇത്തരം സിനിമകൾ ഇനി ഇറങ്ങുമ്പോൾ വളരെ സൂക്ഷിക്കേണ്ടതാണല്ലേ? അല്ല, തീർച്ചയായിട്ടും അത് വേണമെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമുക്കൊരു എന്താ പറയുക, ഒരു എക്സാമ്പിൾ കൂടെയാണ് എമ്പുരാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു കഥ പറയുന്ന, ഒരു പ്ലോട്ട് പറയുന്ന, ഒരു കഥാകൃതം എന്ന് പറയുമ്പോൾ നമ്മളത് സ്ക്രീനിലേക്ക് കൊണ്ടുവരാനായിട്ടാണ്. നമ്മൾ നല്ല കഥയാണ്, ആളുകൾക്കത് റിലേറ്റ് ആവും, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് തോന്നുമ്പോഴാണ് എല്ലാ സിനിമകളും കേട്ടോ ഞാൻ പറയുന്നത്. ഇപ്പം ഇതിൻ്റെ അകത്ത് ഇപ്പം മുരളി ഗോപി തന്നെ പറഞ്ഞിട്ടുണ്ട്, പുള്ളി പല സിനിമകളും അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ അകത്ത് ഈ അടുത്ത കാലത്ത് എന്ന് പറയുന്നൊരു പടവും പിന്നെ ലൂസിഫറും എമ്പുരാനുമാണ് വളരെയധികം കൊമേഴ്ഷ്യലി ഭയങ്കരമായിട്ട് വർക്കൗട്ട് ആയത് എന്ന് പറയുന്നു. അല്ലാതെ അദ്ദേഹം ഇതുപോലെ തന്നെ എഫേർട്ട് എടുത്ത സിനിമകൾ ചെയ്തിട്ടുണ്ട്, അത് വേണ്ടത്ര വിജയം ലഭിച്ചിട്ടില്ല എന്ന് പറയുന്നു. അപ്പം ഇതെല്ലാം ഒരു അറ്റംപ്റ്റ് ആണ്. അപ്പം ആ അറ്റംപ്റ്റ് സക്സസ് ആവുക ഫെയിലിയർ ആവുക എന്ന് പറയുന്നത് ഓരോരുത്തരുടെ വിധിയാണ്. ആ ഭാഗ്യവും കൂടെ വേണം. ഇപ്പം ഇത്രയും വലിയൊരു സക്സസ് കിട്ടുക എന്ന് പറയുമ്പോൾ ആ ഒരു നിർമ്മാതാവിൻ്റെയും ആ ടീമിലുള്ളവരുടെ എല്ലാം അപ്പോൾ ഞാനാണ് ഈ സിനിമ ക്യാമറ ചെയ്തത് എന്ന് പറയാനായിട്ട് പറ്റുന്ന വിധത്തിലുള്ള സിനിമ ആയി മാറണം. അതൊരു സക്സസ് ആയിട്ടുള്ള സിനിമയാണെങ്കിലാണ് അത് പറയാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ അറിയുള്ളൂ. ഉറപ്പായിട്ടും ആരും അറിയാത്ത ഒരു സിനിമയുടെ പാർട്ടാർന്ന് ഞാനാണ് ആ സിനിമയുടെ ക്യാമറ ചെയ്തത്, അല്ലെങ്കിൽ ഞാനാർന്ന് ആ സിനിമയുടെ എഡിറ്റ് ചെയ്തതെന്നൊന്നും പറയുന്നതിൽ കാര്യമില്ലല്ലോ, അല്ലെ മ്യൂസിക് ചെയ്തതെന്ന് പറയുന്നതിൽ. ഇന്ന് എമ്പുരാൻ എന്ന് പറയുന്ന ഒരു സിനിമ എനിവേ ഇന്ത്യ ഒട്ടാകെ അറിഞ്ഞു. ഈ ഇപ്പോൾ വേറൊരു വിവാദമുണ്ട്. ജനഗണനയിലെ ഒരു സീൻ വരുന്നുണ്ട്, ഇപ്പം പുറത്ത് വരുന്നുണ്ട് അല്ലേ, യൂട്യൂബിലൊക്കെ അടിക്കുന്നുണ്ട്. ഏത് കോടതിയിലുള്ള സംഭവം. ചില ആളുകൾ അത് സിനിമയിലില്ല എന്ന് പറയുന്നു, അത് സിനിമയിൽ നിന്ന് ഒഴിവാക്കി വിഷമുണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെ സംഭവമുണ്ടോ? അല്ല, ഇപ്പം നമ്മളിപ്പോൾ ഒരു സിനിമ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഒരു 3 മണിക്കൂറുള്ള സിനിമയാണ് തിയേറ്ററിലേക്ക് വന്നതെങ്കിൽ അതിൻ്റെ ഒരു എഡിറ്റ് ചെയ്യുന്നതിന് മുമ്പുള്ളൊരു വേർഷൻ 3.5 മണിക്കൂറുണ്ടാവും, അല്ലെങ്കിൽ 4 മണിക്കൂറുണ്ടാവും. അതിൽ നിന്ന് ഡ്രിം ചെയ്ത് കട്ട് ചെയ്ത് ഇതാണ് നമ്മുടെ സിനിമ എന്ന് പറയും. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയിൽ യൂസ് ചെയ്യാത്ത സീനുകളൊക്കെ ആയിട്ട് ചിലപ്പോൾ നമ്മൾ ഇറക്കി വിടാറുണ്ട്. മനസ്സിലായോ? അപ്പം അങ്ങനെയുള്ള സീനുകളൊക്കെ ഇപ്പം വേണം, എല്ലാ സിനിമകൾക്കും കാണുമല്ലോ. അല്ല, ഈ സീൻ അങ്ങനെയാണോ? ഈ സീൻ സിനിമയിൽ അത് ഏത് സീനാണ്? കോടതിയിൽ ഇതാരും തന്തയുടെ വകയല്ല. അല്ല, അത് സിനിമയിലുണ്ടല്ലോ. സിനിമയല്ല, പിന്നെ എന്തുകൊണ്ടാണ് ആൾക്കാർ ഇങ്ങനെ പറയുന്നത്? അതറിയില്ല, ഞാൻ അത് കണ്ടില്ല. അത് ഓൾറെഡി സിനിമയിലുള്ളതാണ്, സിനിമയിലുള്ള സീനാണത്. സിനിമയിലുള്ള സീൻ തന്നെയാണ്. സമൂഹ മാധ്യമങ്ങളിൽ ജനഗണനയുടെ ഈ കട്ടുകളാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ, പക്ഷെ അത് സിനിമയുടെ ഒരു സീനാണത്. കോടതിയിൽ പൃഥ്വി വാദിക്കുന്ന ഒരു സീനിന്റെ ഇടയിലുള്ള ഒരു ക്ലിപ്പാണത്. ജനാധിപത്യ രാജ്യത്തിൽ നിന്ന് ആ ഒരു അത് കോടതിയിലുള്ള സീൻ തന്നെയാണ്, സിനിമയിലുള്ള സീൻ തന്നെയാണ്. എന്തായാലും എനിവേ പൃഥ്വിരാജ് എന്നൊരു ഡയറക്ടർ ഈ പറഞ്ഞ ലോകമെമ്പാടും അറിയപ്പെടുക. ഇനി ഏത് സിനിമ ഒന്ന് ഡയറക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ കാണിച്ചോ, ഞാൻ ഇത് ചെയ്തു വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ധൈര്യം വേണ്ടി എന്നെ ഏൽപ്പിക്കാമെന്ന് പറയാൻ പറ്റുന്ന എനിക്ക് വളർന്നു. പൃഥ്വിരാജ് കോസ്റ്റ്ലി ഡയറക്ടറാണ്. ഇപ്പോൾ ഞാനിപ്പോൾ അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വളരെ ക്ലോസ് ആണ്. അപ്പോൾ അതുകൊണ്ടിട്ടൊരു പടം പൃഥ്വി ചെയ്യാന്ന് പറഞ്ഞാൽ പോലും ഞാൻ 3 വട്ടം ആലോചിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൃഥ്വി ചെയ്യുമ്പോൾ അമ്മാതിരി വലുപ്പത്തിലേ ഉള്ളൂ, അദ്ദേഹം ചെയ്യുള്ളൂ. പറഞ്ഞു മനസ്സിലായോ? നമ്മളവിടെ പൃഥ്വിനോട് വന്നിട്ട് ഇത് പിടിച്ച് ചെയ്യുക അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞാൽ പൃഥ്വി നിൽക്കത്തില്ല. കാരണം പുള്ളിയുടെ കരിയർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിക്കൊണ്ടിട്ടിരിക്കുകയല്ലേ. അപ്പം അങ്ങനെയുള്ള ഒരാൾ നമ്മുടെ ഒരു ഫ്രണ്ടാണ് എന്ന് പറയുന്നതിൽ നമുക്ക് വളരെയധികം സന്തോഷമാണുള്ളത്. അപ്പം ഇപ്പം രാജമൗലി ഈസ് മൈ ക്ലോസ് ഫ്രണ്ട് എന്ന് പറയുന്നതിൽ നമുക്കൊരു അഭിമാനമല്ലേ. കാരണം ഇന്ത്യയിലെ ഏറ്റവും നമ്പർ 1 ഡയറക്ടർ എന്ന് പറയുന്ന പോലെ പൃഥ്വി നാളെ ഒരു വലിയ ഡയറക്ടർ, ഒരു ആക്ടറാണ്, പ്രൊഡ്യൂസറാണ്, ഡയറക്ടറാണ് എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ സൗഹൃദം ഉള്ളിടത്തോളം കാലം ഞാനതിൽ സന്തോഷവാനാണ്. നമുക്ക് അഭിമാനമല്ലേ നമ്മുടെയൊക്കെ ഫ്രണ്ട്സിൻ്റെ അടുത്താണെങ്കിലും മറ്റുള്ളവരുടെയൊക്കെ അടുത്താണെങ്കിലും ഹീസ് മൈ ഫ്രണ്ട് എന്ന് പറയുന്നതിൽ എപ്പോഴും എനിക്ക് സന്തോഷമുള്ളൂ, എനിക്ക് അഭിമാനമുള്ളൂ. സുപ്രിയ വിളിച്ചിരുന്നോ? തീർച്ചയായിട്ടും. സുപ്രിയ എന്താണ് പറയുന്നത്? അല്ല, അതാണല്ലോ ഞാൻ പറഞ്ഞത്. സുപ്രിയ എന്താണ് പറഞ്ഞത്? അല്ല, അങ്ങനെയല്ല, ഒരാളൊരു വർക്ക് ചെയ്ത് വെച്ചിട്ട് എന്താണ് ആൾക്കാരൊക്കെ ഇങ്ങനെ ഇത് ചെയ്യുന്നതെന്നുള്ള ഒരു രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട് പറഞ്ഞു മനസ്സിലാവും. ഒരാളൊരു ക്രിയേറ്റീവ് സൈഡിലാണല്ലോ വർക്ക് ചെയ്യുന്നത്, പറഞ്ഞു മനസ്സിലാവും. അപ്പോൾ അതൊരു സിനിമ വേറെ രീതിയിൽ നല്ല സിനിമയായിട്ട് ഇങ്ങനെ പൊക്കോണ്ടിട്ട് ഇവന് ഇരിക്കുമ്പോൾ അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നു, അങ്ങനെ സംഭവിക്കുന്നു, ഇങ്ങനെ ഒരാളിലേക്ക് അത് വന്ന് ഭവിക്കുന്നു എന്നൊക്കെ ഒരു സാധനം. എൻ്റെ കപ്പിത്താനിലേക്ക് മാത്രമായിട്ട് ഇത് വന്ന് ഭവിക്കുമ്പോൾ ഒക്കെ കേൾക്കുമ്പോൾ ഒരമ്മയ്ക്ക് ഒരു വിഷമം തോന്നിയെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഭാര്യയ്ക്കും വിഷമം തോന്നൂല്ലോ. മനസ്സിലായി? അതും ഷെയർ ചെയ്തു, സ്വാഭാവിക. അതും ഷെയർ ചെയ്തിരുന്നു. തീർച്ചയായിട്ടും അല്ലേ? ഇനി ഇത്തരം കഥകളൊക്കെ എടുക്കുമ്പോൾ ഒന്ന് ആലോചിക്കും. സിനിമയല്ലേ, സിനിമകൾ ഇങ്ങനെ കഥകൾ ഇങ്ങനെ തീരുന്നില്ലല്ലോ. നെവർ എൻഡിങ് സ്റ്റോറീസ് അല്ലേ, ഇങ്ങനെ കഥകൾ ഇങ്ങനെ വന്നുകൊണ്ടിട്ടേ ഇരിക്കും. നമുക്ക് ആപ്റ്റായിട്ടുള്ളത്
നമ്മളെടുത്ത നമ്മളിപ്പോ നമ്മുടെ വീട്ടിൽ കുറേ ഷർട്ട് ഇരിക്കുവാണ്. അപ്പൊ അലി ഇന്ന് കറുപ്പ് ഷർട്ടാണ് ഇട്ടേക്കുന്നത്. അലിക്ക് ഇന്നങ്ങ് ഇട്ടേക്കാൻ തോന്നി അതെടുത്തല്ലേ. അല്ലെങ്കിൽ ഇന്നിത് അങ്ങനെയല്ലല്ലോ. നമ്മൾ എന്ന് പറഞ്ഞല്ലോ, കഥകൾ ഇങ്ങനെ വന്നുകൊണ്ടിട്ടേ ഇരിക്കും. കളറുകൾ പോലെ തന്നെയാണ്. സ്റ്റോറി നെവർ എൻഡ്സ്. ഇനിയിപ്പോൾ പുതിയ സിനിമ ഇന്നലെ പൂജ നടന്നു. സിനിമ പ്രിൻസ് ഇറങ്ങായിരിക്കുന്നു അല്ലേ? ഇനി പ്രിൻസുണ്ട്, ചാക്കോച്ചനുമായിട്ടുള്ള സിനിമ ഇറങ്ങാൻ ഒരു ദുരൂഹ സാഹചര്യത്തിലുണ്ട്. അവറാച്ചൻ ആൻഡ് സൺസ് ഉണ്ട്. എത്ര സിനിമ ഉണ്ട് ഇനിയിപ്പോൾ ഇറങ്ങാൻ? അല്ല, 4 സിനിമകളുണ്ട്. 4 സിനിമ ഉണ്ട്. അങ്ങനെ ഓടിക്കണ്ടില്ല. ഇല്ല, അങ്ങനെയല്ല, നമ്മൾ റിസ്ക് എടുക്കുന്നത് കൊണ്ടിട്ട്. അപ്പോൾ ഈ ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ സിനിമയുടെ നിർമ്മാണങ്ങൾ കുറഞ്ഞുകൊണ്ടിട്ട് നിൽക്കുമ്പോൾ ഞാനെന്ന വ്യക്തി പേഴ്സണൽ റിസ്ക് എടുക്കുന്നത് കൊണ്ടിട്ട് മാത്രമാണ് ഇത്രയും സിനിമകൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന, ഇത്രയും പേർക്ക് ജോലി കിട്ടുന്നത്. അല്ലെ എന്നെ പോലെയുള്ള പ്രൊഡ്യൂസേഴ്സൊക്കെ ഇപ്പോൾ വളരെ അധികം റിസ്ക് എടുക്കുന്നത് കൊണ്ടിട്ട് മാത്രമാണ് ഇപ്പോൾ ഈ സിനിമാ വ്യവസായം തന്നെ ഇപ്പോൾ ഇങ്ങനെ സ്മൂത്തായിട്ട് പൊയ്ക്കൊണ്ടിട്ടിരിക്കുന്നത്. അതെ അതെ. സോ സിനിമയാണ് നമ്മുടെ ഒരു പാഷൻ. സിനിമയാണ്. സിനിമാ വ്യവസായം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നിർമ്മാതാക്കൾ ഈ മറ്റേ റേറ്റും കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നത്, സിനിമയുടെ വിജയപരാജയങ്ങൾ പുറത്തു വരുന്നത്. അത് വലിയ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് പല ആളുകൾ നിർമ്മാണത്തിലേക്ക് വരാൻ വൈകുന്നു. സിനിമ ഒന്നും വിജയിക്കുന്നില്ല, അവിടെ എല്ലാം പരാജയത്തിലേക്ക്. നിർമ്മാതാക്കളുടെ സംഘടന ലിസ്റ്റ് പുറത്തു വിടുമ്പോൾ ഒരു മുടക്കുമുതലും ഇതിൽ കിട്ടിയിരിക്കുന്ന പൈസ മുടക്കുമുതലും ഇടുമ്പോൾ ചില ആളുകൾ വരാൻ മടിക്കുന്നു. അങ്ങനെയും സിനിമാ വ്യവസായം ഇല്ലാതെയാകാൻ പോകുന്ന ഒരു സാഹചര്യം കാണുന്നു. അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കുടുംബത്തിൽ അതായത് വന്നിട്ട് ഹസ്ബൻഡ്, വൈഫ്, പിള്ളേർ ഒക്കെ ഉള്ളപ്പോൾ ആ ഹസ്ബൻഡിനൊരു ജോലിയുണ്ട്. അതിൻ്റെ അകത്തൊരു മാസശമ്പളമുണ്ട്. ഒരു 50,000 രൂപ മാസശമ്പളമുള്ള ഒരാൾക്ക് ആ 50,000 രൂപയ്ക്കുള്ളിലായിരിക്കണമല്ലോ അവരുടെ ആ സ്പെൻഡിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. മനസ്സിലായി അല്ലെ? 50,000 രൂപ ഉള്ളൂ നമ്മുടെ വരുമാനം എന്ന് പറയുമ്പോൾ നമ്മൾ 75,000 രൂപയുടെ ചിലവല്ലല്ലോ ചെയ്യണ്ടേ. അപ്പോൾ 50,000 രൂപയ്ക്കുള്ളിൽ നിൽക്കണം. അപ്പോഴേ ഉള്ളൂ ആ ആൾക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റും. അതിൽ കൂടുതലായി പോയി കഴിയുമ്പോഴത്തേനും അത് ഒരു കടബാധ്യതയിലേക്ക് ഇപ്പോൾ ഇവൻ പോവുകയാണ്. പെട്ടെന്ന് കമ്പനി തീരുമാനിക്കുകയാണ് 50,000 രൂപ ശമ്പളമുള്ളവരുടെ എല്ലാം ശമ്പളം പെട്ടെന്ന് 30 ചുരുക്കുക എന്ന് പറയുമ്പോൾ വീണ്ടും അവർ, ഞാൻ പറഞ്ഞത്, അയ്യോ ഞങ്ങൾ 50,000 കിട്ടിയപ്പോൾ 50,000 കിട്ടിയതുപോലെ നമുക്ക് ജീവിക്കാം. 30,000 ശമ്പളം കുറച്ച് കഴിഞ്ഞാൽ ആ 30,000 ഉള്ളിലേക്ക് നമ്മുടെ ആ ജീവിത സാഹചര്യത്തെ കൊണ്ട് എത്തിക്കണം എന്ന് പറയുന്ന പോലെ സിനിമാ വ്യവസായത്തിൽ കറക്റ്റാണ്. ഒരു ബിസിനസ് ഉണ്ടായിരുന്ന സമയത്ത് എല്ലാവരും നന്നായിട്ട് ശമ്പളമൊക്കെ ഈവൻ വാങ്ങിച്ചു. ഇപ്പം അങ്ങനത്തെ ഒരു സാഹചര്യം അല്ലാത്ത സ്ഥിതിക്ക് എല്ലാവരും വരണമല്ലോ. തീർച്ചയായിട്ടും അങ്ങനെ വരണ്ടേ. വന്നാലേ ഉള്ളൂ ഇൻഡസ്ട്രി വ്യവസായത്തിൽ കറക്റ്റായിട്ട് നിൽക്കുള്ളൂ. എനിക്ക് ഇപ്പം ഈവൻ ഒരു ആർട്ടിസ്റ്റ് ഭയങ്കരമായിട്ട് ശമ്പളം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ ആളെ വെക്കേണ്ട കാര്യം എനിക്കില്ല. എനിക്ക് ആ ആൾക്ക് പകരം വേറെ ആളിലേക്ക് പോകാം. പറഞ്ഞു മനസ്സിലായി. ഇവിടെ നമ്മൾ കമ്പല് ചെയ്യുന്നൊന്നുമില്ല. പക്ഷേ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇന്ന പ്രശ്നങ്ങളുണ്ട്, അപ്പം നിങ്ങൾ സഹകരിക്കണം എന്ന് പറയുമ്പോൾ ചിലവർക്കത് പെട്ടെന്ന് സ്വീകരിക്കാനായിട്ട് പറ്റത്തില്ല. കുറച്ച് സമയം എടുത്തിട്ടേ ഉള്ളൂ ചിലവർ സ്വീകരിക്കുള്ളൂ. അപ്പം ചിലവർക്കത് മനസ്സിലായിട്ടുണ്ട്. അപ്പം മനസ്സിലായവർ ഓക്കെ നമുക്ക് ഇങ്ങനെ ഒരു ടേംസിൽ പോവാം, അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്ത് നമുക്ക് ഇപ്പം ഇത്രയും പൈസ നിങ്ങൾക്ക് പടമൊക്കെ നന്നായിട്ട് വർക്കൗട്ടായി, നിങ്ങൾ ലാഭത്തിലാവുമ്പോൾ നമുക്കൊരു കുറച്ച് പൈസ തരാം. നമുക്ക് പല രീതിയിൽ സംസാരിക്കാം. ഒരു ആർട്ടിസ്റ്റൊക്കെ ആയിട്ട്, മെയിൻ ആർട്ടിസ്റ്റൊക്കെ ആയിട്ട് നല്ല രീതിയിൽ സംസാരിക്കാം. അല്ലാത്ത ആർട്ടിസ്റ്റുകളൊക്കെ ആയിട്ട് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകും. അപ്പോൾ പടം ഇല്ലാതെ വരുമ്പോൾ, പടത്തിൻ്റെ എണ്ണം കുറയുമ്പോൾ അവർക്കത് മനസ്സിലാവും നമ്മൾ പറഞ്ഞതിൻ്റെ ഒരു സീരിയസ്നെസ് എന്താണെന്നുള്ളത്. കാരണം ഞങ്ങളിത് ഡിസ്കസ് ചെയ്യുന്നതുകൊണ്ടിട്ടാണല്ലോ ഇത് വെളിയിലേക്ക് ഇത് വരുന്നത്. കാരണം ആരെയും വന്നിട്ട് നിർബന്ധിച്ച് നമ്മൾ പടം ചെയ്യിപ്പിക്കാനായിട്ട് പറ്റുന്ന ഒരു കാര്യമല്ല. നമ്മളൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്. അതിനു വേണ്ടിയാണ് ഇപ്പോൾ ഈ നിർമ്മാണ ചെലവും വരവ് ചെലവും ഒക്കെ പുറത്തു വിടുന്നത്. അല്ല, അങ്ങനെയല്ല. അത് എല്ലാവർക്കും എല്ലാവരുടെ ഡേറ്റ് കിട്ടത്തൊന്നുമില്ലല്ലോ. അപ്പം നമ്മുടെ ഒരു അസോസിയേഷനിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പടം ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ആളുകളുണ്ട്. ഈ ശമ്പളമൊക്കെ കാരണം ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ റിയാലിറ്റി അറിയട്ടെ എന്ന്. ഇപ്പം ഞാനിപ്പോൾ എന്നോടിപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ ഈ കണക്കൊക്കെ വിടുന്നതിൽ തൃപ്തനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ വേറൊരു അഭിപ്രായം ഉണ്ടാവും. പക്ഷേ നമ്മൾ ഇപ്പോൾ ഈ ഒരു അസോസിയേഷനിൽ നിൽക്കുമ്പോൾ മജോറിറ്റിയുടെ അഭിപ്രായമാണ്. പറഞ്ഞു മനസ്സിലായി. നിങ്ങൾ ആ കണക്ക് പുറത്ത്. അപ്പോൾ എൻ്റെ വ്യക്തിപരമായ താല്പര്യത്തിന് അവിടെ പ്രസക്തിയില്ല. ഒരു നമ്മളൊരു സംഘടനയിൽ നിൽക്കുമ്പോൾ അപ്പോൾ മജോറിറ്റി പറയുകയാണ് അറിയട്ടെ, എല്ലാവരും ഇപ്പോൾ ഇവൻ അറിയട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അറിയിക്കാനേ നിവൃത്തിയുള്ളൂ. കാരണം എല്ലാവരും കൂടെ എടുക്കുന്ന ഒരു തീരുമാനം. അപ്പോൾ എല്ലാവരും കൂടെ ആ തീരുമാനം വേണ്ട എന്ന് പറയുകയാണോ, അതവിടെ വെച്ച് കട്ട് ചെയ്യും. ഭൂരിപക്ഷം അനുസരിച്ചാണ് തീർച്ചയായിട്ടും. ലിസ്റ്റിന് വ്യക്തിപരമായിട്ട് അതിൽ വലിയ താല്പര്യം ഇല്ല. അല്ല, അങ്ങനെയല്ല. വ്യക്തിപരമായിട്ടൊന്നല്ല. നമ്മളിപ്പോൾ ഒരു പക്ഷേ നമ്മൾ ആദ്യം നമുക്ക് ഈവൻ തോന്നിയിരിക്കാം ശരിയാണ് ഇത് ആളുകൾ ഇപ്പം ഇവൻ അറിയേണ്ടതായിട്ട് ഇപ്പം ഇവൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിൽ നമുക്കൊരു സംശയം ഉണ്ടാവും.
കുറച്ച് കഴിയുമ്പോൾ ഇപ്പോൾ ഈവൻ തോന്നാം 2 പ്രാവശ്യം വെളിയിൽ പോയി കഴിയുമ്പോൾ നമുക്ക് ചിലപ്പോൾ തോന്നിയേക്കാം ഓ വേണ്ട അത് നമ്മളെ ബാധിക്കുന്നുണ്ടെന്ന് നമുക്കിപ്പോൾ ചിലപ്പോൾ തോന്നാം. നമ്മുടെ തീരുമാനങ്ങൾ അങ്ങനെ മാറാലോ. അപ്പോൾ ഇത് വീണ്ടും ഇത് തുടർച്ചയായിട്ട് പോകുമ്പോൾ പലർക്കും ചിലപ്പോൾ ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ അവരുടെ ഒരു എതിരഭിപ്രായങ്ങൾ ചിലപ്പം അറിയിക്കും. അപ്പോൾ നമ്മുടെ ചിലപ്പോൾ സംഘടന മീറ്റിംഗ് ഇപ്പോൾ വരുമ്പോൾ നമ്മൾ ഈ വിഷയം എടുത്തിടും. അപ്പോൾ ഒന്നും കൂടെ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇത് മജോറിറ്റി ആളുകൾക്ക് ഇതിൻ്റെ അകത്ത് താല്പര്യമില്ല, ഇങ്ങനെ ഈ ലിസ്റ്റ് പുറത്ത് വിടുന്നതിൽ താല്പര്യമില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ശരി അങ്ങനെയാണ് മജോറിറ്റിയുടെ ഒരു താല്പര്യമെങ്കിൽ നമ്മളത് ചെയ്യേണ്ട, അത് നമുക്ക് വിട്ടുപിടിക്കാം എന്ന് വരും. ഇങ്ങനെയാണല്ലോ ഒരു സംഘടനയ്ക്കുള്ളിലുള്ള പല വിഷയങ്ങളും കൊണ്ടുപോകും. അങ്ങനെ ചർച്ച നടക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും നടക്കുന്നുണ്ടല്ലേ? ഇങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുള്ള ചർച്ച നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. ഇനി അത് വേണോ വേണ്ടോന്ന് ഇനി ഒരു കമ്മിറ്റി കൂടി തീരുമാനിക്കും. തീർച്ചയായും അങ്ങനെയാണല്ലോ വേണ്ടത്. അങ്ങനെ കമ്മിറ്റി കൂടി തീരുമാനിക്കും. ഒരു ലിസ്റ്റിൻ സ്റ്റീഫനോ അല്ലെങ്കിൽ ഇതിന്റെ ഒരു സെക്രട്ടറി രാകേഷോ അല്ലെങ്കിൽ ഇതിന്റെ ഒരു പ്രസിഡന്റ് ആൻഡോ ജോസഫോ വൈസ് പ്രസിഡന്റ് സുരേഷ് കുമാറോ സിയാദ് വോക്കറോ പേഴ്സണലി എടുത്ത തീരുമാനങ്ങളല്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു സംഘടനയിൽ ഞങ്ങൾ ഇത്ര പേരുണ്ട്, അപ്പോൾ അത് കമ്മിറ്റി കൂടുമ്പോൾ അതിൻ്റെ അകത്തെ മജോറിറ്റി പറയുവാണ് ഇതാണ് തീരുമാനം എന്ന് കൈയടിച്ച് പാസ്സാക്കി കഴിയുമ്പോൾ അത് പോകാനേ നിവൃത്തിയുള്ളൂ. നിലവിൽ അതിനൊരു റീതിങ്ക് നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അല്ല, അങ്ങനെ ഒരു ചർച്ച വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും. അങ്ങനെ ആ ചർച്ചയ്ക്ക് ശേഷം ഇനി അടുത്ത ഒരു സംഭവം ഉണ്ടാവുള്ളൂ. തീർച്ചയായിട്ടും. മീറ്റിംഗ് വിളിച്ചതിന് ശേഷമേ ഇനി ഈ ലിസ്റ്റ് പുറത്തു വിടുള്ളൂ. തീർച്ചയായിട്ടും. അല്ല ഈ മാസം ഇനി വിടുന്ന കാര്യം അതും ഒരു മീറ്റിംഗിന് ശേഷം ഉണ്ടാവുള്ളൂ. തീർച്ചയായിട്ടും. അല്ല അങ്ങനെയാണല്ലോ ഇരിക്കുന്നത്. തീർച്ചയായിട്ടും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇത് പുറത്തു വിട്ട് കഴിയുമ്പോൾ ചിലവരുടെ ബിസിനസ് നടന്നിട്ടില്ല, ചിലവരുടെ ബിസിനസ് നടന്നിട്ടുണ്ടാവാം. അപ്പം ഇത് വെച്ചോണ്ടിട്ട് മുതലെടുക്കുന്നവരുണ്ടാവാം. അപ്പം അങ്ങനത്തെ ഉള്ള കാര്യങ്ങളെല്ലാം വരുന്നോണ്ടിട്ട് നമ്മളിത് ഒരുപക്ഷെ റീതിങ്ക് ചെയ്തിരിക്കും. അതിനുള്ള നടപടിയിലേക്ക് പോകുന്നുണ്ട്. ഒത്തിരി സന്തോഷം. എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു. എനിക്ക് ഒത്തിരി സന്തോഷം. താങ്ക് യു.